പേര് കൊടുത്തിരിക്കുന്നത് എല്ലാം വിശ്വസിച്ചുകൊണ്ട്. ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദാഹം പോലെ തന്നെ ഈ ഈ അഭിഷിക്തനിൽ നിന്നും അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിന്റെ ഈ സഭയിലെ കൂട്ടായ്മയിൽ ഇരിക്കുന്ന എല്ലാവരിൽ നിന്നും ഈ ജീവന്റെ നദികൾ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചേച്ച് തുടങ്ങാം എന്നങ്ങ് ആശംസിക്കുവാണ്. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. പിതാവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, ആരാധിക്കുന്നുണ്ട് അപ്പാ. സ്വർഗീയ പിതാവേ, അങ്ങ് വലിയവൻ വലിയവൻ വലിയവൻ, അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ നിത്യനായ പിതാവിന്റെ അപ്പ, അത്ഭുതങ്ങളുടെ മന്ത്രിയും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ നാഥനും ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രാജാതി രാജനുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നുണ്ട് അപ്പ. പരിശുദ്ധനായ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ ടീച്ചറും കൗൺസിലറും അഡ്വൈസറും ഞങ്ങളുടെ നാവിഗേറ്ററും. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹെൽപ്പർ, ഞങ്ങളുടെ കമ്പാനിയൻ. ഹല്ലേലൂയ. സകലതും എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നുണ്ട് അപ്പ. ഹല്ലേലൂയ. ഞങ്ങൾ സഭയായി ചേർന്ന് എൻ്റെ അപ്പ കൃപാസനത്തിന്റെ അരികിലേക്ക് ധൈര്യത്തോടെ കടന്നു വരുന്നുണ്ട് അപ്പ. അങ്ങയുടെ കൃപാസനത്തിൽ നിന്ന് കൃപയും കരുണയും പ്രാപിക്കേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ കൃപയാ കർത്താവെ ഞങ്ങളെ ഇത്രത്തോളം നിർത്തിയതെന്റെ അപ്പ. നിന്റെ ശബ്ദമാ കർത്താവെ ഞങ്ങളെ ഇത്രത്തോളം നിർത്തിയതെന്റെ അപ്പ. കർത്താവെ, നിന്റെ കൃപയും കരുണയുമേ കർത്താവെ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയതെന്റെ അപ്പ. ഇത്രത്തോളം വഴി നടത്തിയതിന്റെ വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട് അപ്പ. പ്രത്യേക കർത്താവെ, ഈ മിനിസ്ട്രിക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നുണ്ട് അപ്പ. ഹല്ലേലൂയ. കർത്താവെ, പാസ്റ്റർക്കായിട്ട് കർത്താവെ, കുടുംബത്തിനായിട്ട് കർത്താവെ, കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം എൻ്റെ അപ്പ. കർത്താവെ, മിനിസ്ട്രിക്കായിട്ട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഇദ്ദേഹത്തിന്റെ സകല കർത്താവെ എല്ലാ ഏരിയ കർത്താവെ, ഈ അഭിഷിക്തന്റെ ജീവിതത്തിലെ സകല സകല ഏരിയക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട് അപ്പ. സഭാവിശ്വാസികൾക്കായിട്ട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. സകല ഏരിയയിലും അങ്ങ് അനുഗ്രഹിക്കുന്നവർക്കൊക്കെയായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ഇന്ന് ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നുണ്ട് അപ്പ. നാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുണ്ട് അപ്പ. കർത്താവെ, അങ്ങേക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് എന്നോടും എന്റെ മുമ്പിലിരിക്കുന്നവരോടും അങ്ങ് സംസാരിക്കുന്നവർക്കൊക്കെയായിട്ട് നന്ദി പറയുന്നു. അതിനായിട്ട് പൂർണ്ണമായിട്ട് താഴ്ത്തിയേൽപ്പിക്കുന്നവർക്കൊക്കെയായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്ന് കർത്താവെ, ജീവനും ചൈതന്യമുള്ള അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ വചനം എന്ന വാള് കർത്താവെ, അത് ഞങ്ങളുടെ കർത്താവെ ഓരോ അസ്ഥി മജ്ജകളിലേക്ക് തുളച്ചിറങ്ങി അത് ഭാവങ്ങളെയും ചിന്തകളെയും കർത്താവെ വിവേചിച്ച് എൻ്റെ അപ്പ അത് ക്രിയ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവെ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും എക്കോ പോലെ മുഴങ്ങുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുവാനും അങ്ങനെ കർത്താവെ നിന്നോട് രൂപപ്പെടുവാനും തക്കവണ്ണം ഒരു റിവൈവലിന്റെ പാട്ടായിട്ട് കർത്താവെ, ഞങ്ങൾ റിവൈവലിനെ ചുമക്കുന്നവരായിട്ട് കർത്താവെ മാറ്റുന്നവൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. റിബറഖസെ ലിബറബറഖസെ ഖറബഖസെ ലെബബബഖസെ റെബറഖസെ. താങ്ക് യു ലോർഡ്. അങ്ങ് അത്ഭുതം ചെയ്യുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട് അപ്പ. പിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും കേൾക്കുന്ന ദൈവം. ഈ പ്രാർത്ഥനകൾക്ക് മറുപടി എന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, പ്രാർത്ഥിപ്പാൻ സഹായിച്ചതായിട്ട് നന്ദി പറയുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അഗ്നിയാഭിഷേകം ഇപ്പോൾ വേണം ദൈവമേ, അഗ്നിയാഭിഷേകം ഇപ്പോൾ വേണം ദൈവമേ, അഗ്നി അഭിഷേകം 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 ഇപ്പോൾ വേണം ദൈവമേ. എപ്പോഴും എൻ പാത്രം കവിഞ്ഞൊഴുകാൻ നിറയ്ക്കണമേ, എപ്പോഴും എൻ പാത്രം കവിഞ്ഞൊഴുകാൻ നിറയ്ക്കണമേ, എപ്പോഴും എൻ പാത്രം കവിഞ്ഞൊഴുകാൻ നിറയ്ക്കണമേ. മുട്ടോളവുമല്ല എന്നരയുമല്ല, മുട്ടോളവും അരയോളമല്ല, നീന്താനാഴം വേണമേ, എന്നെ വലിച്ചു കൊണ്ടുപോകണമേ, നീന്താനാഴം വേണമേ, എന്നെ വലിച്ചു കൊണ്ടുപോകണമേ.
നീന്താൻ ആഴം വേണമേ അപ്പാ, എന്നെ വലിച്ചു കൊണ്ടു പോകണമേ. താങ്ക് യു ലോർഡ്. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങാം. ഹല്ലേലൂയ. ഇന്ന് വചനം സംസാരിക്കണം എന്ന് സിസ്റ്റർ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്റെ ഉള്ളില് പരിശുദ്ധാത്മാവ്, ഞാൻ ചോദിച്ചു കർത്താവെ ഞാൻ എന്ത് സംസാരിക്കണം? അന്നേരം എന്നോട് കർത്താവ് സംസാരിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ ആദ്യ വചനം തൊട്ട് 1 മുതൽ 4 വരെയുള്ള ഭാഗമാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് കർത്താവ് എന്റെ ഉള്ളിൽ തന്നത്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. കർത്താവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് ഈ വചനത്തിലൂടെ നമ്മളിലൂടെ സംസാരിക്കട്ടെ. അങ്ങനെ നമ്മള് കർത്താവിന്റെ വചനത്തിൽ അടുത്ത ലെവലിലേക്ക് റിവൈവലിന്റെ ഒരു പാർട്ടായിട്ട് മാറട്ടെ. ആമേൻ. 2-ാം അധ്യായത്തിന്റെ 1-ാം വചനം. ഹല്ലേലൂയ. 1 മുതൽ 4 വരെ. വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളെ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. 1 മുതൽ 4 വരെയുള്ള ഭാഗം അല്ലെ. അതിന്റെ തുടക്കം എങ്ങനെയാണ്? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ഈ ഒരുമിച്ച് കൂടിയിരിക്കാൻ ഒരു കാരണമുണ്ട്. അവിടെ അവർ ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ അല്ലെ. അവരുടെ ലീഡർ അവരോട് പറഞ്ഞേക്കുക, നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുക. എവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 4-ാം വചനത്തിൽ പറഞ്ഞിരിക്കുക. അവിടെ എങ്ങനെ പറഞ്ഞ? അവൻ അവരോട് കൂടെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അല്ലെ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് തൊട്ടു മുമ്പുള്ള ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ എന്നെ പറഞ്ഞിരിക്കുന്നത് അവർ അവനോട് കൂടെ അല്ലെ. അപ്പൊ ഈ ശിഷ്യന്മാരെല്ലാവരും ഈ 120 പേരുടെ കൂട്ടം കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുക. അവർ ഒറ്റ പർപ്പസേ ഉള്ളൂ അവർക്ക്. ഹല്ലേലൂയ. ഒരു ഉദ്ദേശത്തോടുകൂടി അവർ ഒരുമിച്ച് കൂടിയിരിക്കുക. ഒരുമിച്ച് കൂടിയിരുന്നപ്പോ കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ, നമ്മുടെ ലീഡറുടെ വാക്ക് കേട്ട് അനുസരിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്നുവെച്ചാൽ ആ അനുസരണത്തിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ദൈവ ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്തായിരുന്നു ആ ശബ്ദം? ആദ്യത്തെ ശബ്ദം എന്നായിരുന്നു? 4-ാമത്തെ വചനം പറഞ്ഞിരിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 4-ാം വചനത്തിൽ പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? 1-ന്റെ 4. നിങ്ങൾ ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോവാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി എന്ത് കാത്തിരിക്കണം. ഹല്ലേലൂയ. ഫസ്റ്റ് ഇൻസ്ട്രക്ഷനാ അല്ലെ. ഫസ്റ്റ് അവരോട് പറയണ ഫസ്റ്റ് വാക്കാണ്. എന്താ പറയണത്? ഈ ഒരുമിച്ച് കൂടിയിരുന്നപ്പോ പറയുവാണ്, നിങ്ങൾ കാത്തിരിക്കണം. എന്തിന്? പിതാവിന്റെ വാഗ്ദത്തത്തിനായി. ഹല്ലേലൂയ. ഈ പിതാവിന്റെ വാഗ്ദത്തം എവിടെയാ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ഞാൻ പോകാഞ്ഞാൽ ആര് വരികയില്ല? നിങ്ങളുടെ കാര്യസ്ഥൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വരികയില്ല. നിങ്ങൾക്ക് സകലം ചെയ്ത കാര്യസ്ഥൻ എന്ന വേർഡ് കൊടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-24. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുക, പിതാവ് അയക്കുന്ന കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾക്ക് സകലതും അല്ലെ. അവിടെ വാഗ്ദത്തങ്ങളിൽ വാഗ്ദത്തം എന്താണെന്നും ആ വാഗ്ദത്തം എന്നെ ചെയ്യുന്നതെന്ന് പറയുന്നത്. വാഗ്ദത്തം എന്നാന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പോകാഞ്ഞാൽ സഹായകൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. 16-7 പറഞ്ഞിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 16-8 കിടക്കുമ്പോ എന്നാ പറയണെന്നറിയാവോ? 7-ൽ സഹായം വരുമെന്ന് പറഞ്ഞിട്ട് 8-ൽ പറഞ്ഞിരിക്കുന്നു, ആ സഹായം വന്ന എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? അസഹായകൻ വന്നാൽ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം തരും. ഹല്ലേലൂയ. എന്നിട്ട് അത് മാത്രമാണോ? അതും മാത്രമല്ല. ആ സഹായനെ കുറിച്ച് 14-24 പറഞ്ഞിരിക്കുവാണ്. 24-ൽ പറഞ്ഞിരിക്കുവാണ്, ഈ സഹായകനാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. പിതാവ് അയക്കുന്ന സഹായകൻ കാര്യസ്ഥൻ. ആ കാര്യസ്ഥൻ വന്ന് നിങ്ങളെ സകലതും ഉപദേശിച്ചു തരും. ഹല്ലേലൂയ. സകലതും. ശകലവും നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ആവശ്യമുള്ളപ്പോൾ നല്ല പറഞ്ഞിരിക്കുന്നത്. സകലതും നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. ആ ഉപദേശിച്ചു മാത്രമാണോ? നിങ്ങൾക്ക് എല്ലാം ഓർമ്മപ്പെടുത്തിയും തരും. ഹല്ലേലൂയ.
എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരും. അങ്ങനെ ഒരു സഹായകന്റെ വാക്തത്വത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കാൻ. ഹല്ലേലൂയ. ലീഡർ പറയുവാ നിങ്ങളുടെ അടുത്ത്, എന്താ പറയുന്നേ എന്ന് പറയാം, നമുക്കൊന്ന് ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വാക്തത്വം നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ. 1:4 പറഞ്ഞിരിക്കുക, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഹല്ലേലൂയ. ആ ഇൻസ്ട്രക്ഷനോട് അവർ കൂടിയിരുന്ന് ആ ഇൻസ്ട്രക്ഷന്റെ ബാലൻസ് കൂടെ ഇവിടെ പറഞ്ഞു നിർത്തിയിട്ട് കാത്തിരിക്കണോന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞേക്ക, കാത്തിരിക്കുന്നവർക്ക് എന്താ ലഭിക്കാൻ പോകുന്നേ? അത് 1:8 പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലെ, 1:8 എല്ലാവർക്കും അറിയാവുന്ന ഒരു വചന. എന്താ അത്? എന്താണ് 1:8? അപ്പോസ്തലപ്രവൃത്തികൾ 1:8. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലെ യെഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. എന്നാ അവിടെ വാക്തത്വമായ സഹായകനായ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ഹല്ലേലൂയ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്താ ചെയ്യണേ? എവിടെയൊക്കെ? നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും, ഹല്ലേലൂയ, ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം, ഹല്ലേലൂയ. അവിടെ ഒരു വാക്തത്വം പറഞ്ഞിരിക്കുന്ന, ആദ്യം അറ്റത്തൊന്നല്ല, ആദ്യം ശമര്യ എന്നല്ല, ആദ്യം യഹൂദയും ജെറുസലേമും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലെ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലാണ് നിങ്ങൾ ആദ്യം സാക്ഷ്യം പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. ജെറുസലേമിലെ സാക്ഷ്യത്തിന്റെ ശേഷം നിങ്ങൾ യഹൂദയിലേക്ക് കടക്കും. ഹല്ലേലൂയ. യഹൂദയിലെ സാക്ഷ്യത്തിന് ശേഷം നിങ്ങളെ എന്ത് ചെയ്യും? ശമര്യയിലേക്ക് കടത്തും. ശമര്യയിൽ നിന്ന് പിന്നെ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുന്നു. ഹല്ലേലൂയ. ഒരാമേൻ പറയാമോ ഈ വചനത്തിന്? ഹല്ലേലൂയ. ഹല്ലേലൂയ. സാക്ഷികളുടെ ഒരു സമൂഹം അത്. ഹല്ലേലൂയ. അതിന് റിവൈവലിന് വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുന്ന, ദാഹത്തോടെ ഇരിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ ഈ വാക്തത്വം, ആ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ട് കൂടിയിരിക്കുന്ന ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവർ, ഹല്ലേലൂയ, ആ വാഞ്ചയോടുകൂടി എല്ലാ ദിവസവും, ഇന്ന് 12ാമത്തെ ദിവസം നിങ്ങൾ കൂടി വന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇതൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ, നിങ്ങളൊരു സാക്ഷിയായിട്ട് മാറട്ടെ. നിങ്ങളുടെ ഭവനങ്ങളില്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നടുവില്, നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ, നിങ്ങളുടെ നെയ്ബേഴ്സിന്റെ, അങ്ങനെ ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളായിട്ട് മാറട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. ഹല്ലേലൂയ. അത്ഭുതകരമായിട്ട് കർത്താവ് അത് ചെയ്യട്ടെ. ഹല്ലേലൂയ. അപ്പൊ എന്താണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണേ? കർത്താവ് എന്താ പറഞ്ഞു തരുന്നേ? നമ്മൾ ഇങ്ങനെ ഒരു സാക്ഷിയായിട്ട് മാറാനായിട്ട് നമുക്ക് എന്താ അവിടെ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. എന്താ പറയണത്? അനുസരണം. ഹല്ലേലൂയ. നമ്മുടെ ലീഡർ പറയണം, നമ്മൾ കേൾക്കണം, അനുസരിക്കണം. അനുസരിച്ച് കൂടിയിരിക്കുക. എന്നിട്ട് ലീഡർ പറഞ്ഞ, നിങ്ങൾ ക്ഷമയോടെ ഒരിത്തിരി കാത്തിരിക്കുക. ഹല്ലേലൂയ. ഒരിത്തിരി കാത്തിരിക്കുക, അല്ലെ? ആ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് അതും അനുസരിക്കുക അവര്. ഹല്ലേലൂയ. എപ്പ എന്നൊന്നുമില്ല, അതും അവരനുസരിക്കുക. ഹല്ലേലൂയ. ആ അനുസരണം എവിടെയാ കാണുന്നേ? 1:14 നോക്കി അറിയാൻ പറ്റും. എന്താ 1:14 കാണുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ്? എല്ലാവരും, ഇവരെല്ലാവരും സ്ത്രീകളോടും, ആരൊക്കെ? കുറെ പേരുടെ പേര് പറഞ്ഞിരിക്കുക. 120 പേരുണ്ടല്ലോ. അടുത്ത് യേശുവിന്റെ ശിഷ്യന്മാരും അങ്ങനെ കുറെ പേരുടെ പേര് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? അവന്റെ സഹോദരന്മാരോടും, അല്ലെ, എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരു മനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഒരു അനുസരണം, ആ അനുസരണത്തിന്റെ ഭാഗമായിട്ട്, അല്ലെ, അവര് ശ്രദ്ധിച്ചു. ഒന്ന്, ദൈവശബ്ദത്തിന് ചെവി കൊടുത്തു, അല്ലെ, അവര് കൂടിയിരുന്നു. ദൈവശബ്ദം കേൾക്കാനായിട്ട് അവർ കൂടിയിരുന്നു. ആ കൂടിയിരുന്നിട്ട് കേട്ട ശബ്ദത്തിന് അവർ ചെവി കൊടുത്തു. ചെവി കൊടുത്തതനുസരിച്ച് അവർ അനുസരിക്കുന്നു. അനുസരിച്ചു എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? 1 അധ്യായം 14 വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കേട്ടാൽ മാത്രം പോരാ, അനുസരണം. അനുസരണം നമ്മളെ അനുഗ്രഹത്തിലേക്ക് തന്നെ നയിക്കുന്നത്. അനുസരണം അനുഗ്രഹത്തിലേക്ക്. ഹല്ലേലൂയ. അത് നമുക്ക് ആദ്യം മുതൽ നോക്കി അറിയാവുന്ന എന്നാ ഏറ്റവും കൂടുതൽ അനുസരണം നമ്മൾ കാണുന്ന ഇവിടെ അബ്രഹാമിന്റെ ഇതിനകത്ത് അനുസരണം കാണുന്നത്, ശരിയല്ലേ? നോഹയുടെ ഇതിനകത്തും കാണുന്നുണ്ട്. എന്നാലും അബ്രഹാമിന്റെ ഒരു അനുസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നും കാണാതെയാ, അല്ലെ? പെട്ടകം എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോഹയ്ക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ അബ്രഹാമിനോട് എവിടെ പോണ്ടേന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ചുമ്മാ അങ്ങ് പറ, നീ നിന്റെ പ്രതിഭവനത്തെയും സകലത്തെയും വിട്ട് നീ ഇറങ്ങാന്ന് പറഞ്ഞപ്പോ എന്നെ ഒരു അനുസരണം.
ഹല്ലേലൂയ. ആ അനുഗ്രഹം, ആ ഒരു അനുസരണം, അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മളും ഇപ്പൊ പ്രാപിച്ചുകൊണ്ടിരിക്കുക. അല്ലല്ലേ? ക്രിസ്തു യേശുവിലൂടെ അബ്രഹാമിന്റെ അനുഗ്രഹം നാമം പ്രാപിക്കേണ്ടതിന്, ഹല്ലേലൂയ, നമ്മളെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാക്കി മാറ്റിയിരിക്കുന്നു. ആമേൻ. അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അബ്രഹാമി അനുഗ്രഹത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം അത്ര ബ്ലസ്ഡ്. ഹല്ലേലൂയ. ആ അനുഗ്രഹത്തിലേക്ക്. അപ്പോ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ ഇടയനെ അനുസരിക്കാനുള്ള ഒരു മനസ്സ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തോട് അനുസരിക്കാനുള്ള ഒരു മനസ്സ്. ഹല്ലേലൂയ. ആ അനുസരണം അവര് കാണിച്ചു എന്നുള്ളതാണ് നമ്മള് 1-ാം അധ്യായത്തിന്റെ 14-ാം വചനം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അവിടെ ഒരു അനുസരണം മാത്രമല്ല കേട്ടോ, അവിടെ വേറൊരു ക്വാളിറ്റിയും കാണുന്നുണ്ട്. അവർ ഒരു മനപ്പെട്ട്, അല്ലെ? അനുസരിച്ച് അവർ കൂടിയിരുന്നു എന്ന് മാത്രം പറഞ്ഞില്ല, പ്രാർത്ഥന കഴിച്ചും പോന്നു. ഹല്ലേലൂയ. 2 കാര്യം നമുക്കവിടെ പ്രധാനമായിട്ട് കാണുന്നത്. എന്താ അവിടെ കാണുന്നത്? അവർ ഒരു മനപ്പെട്ടു, ഐക്യമത്യപ്പെട്ടെന്നേ. ഹാലലുയ. ഐക്യമത്യപ്പെട്ട് പിന്നെന്താ ഇതേ പ്രാർത്ഥിച്ചു, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കാരണേ ഇവർക്കറിയാമായിരുന്നു, കർത്താവ് യേശുക്രിസ്തു ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 2-3 പേര് കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാൻ ഉണ്ടെന്ന്. ഹാലലൂയ. അത് മാത്രമല്ല, വേറൊരു കാര്യം പറഞ്ഞിട്ടില്ലേ? 18 ഇങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? 2 പേര് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിന് എല്ലാം പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനെ ചെയ്തു തരുമെന്ന്. ഹാലലുയ. അപ്പൊ അവർക്കറിയായിരുന്നു ഐക്യമത്യപ്പെടുന്നതിന്റെ ബലം എന്നാണ്. ഹാലലുയ. ഹാലലുയ. അപ്പൊ അവർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹാലലുയ. ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ച്, ഹാലലുയ, അവര് കാത്തിരിക്കണം എന്നേ പറഞ്ഞോളൂ. അവരൊരു എന്നാ എന്നാ അറിവിന്റെ എന്നല്ല പറയാ, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാൻ, അല്ലെ? അതിന്റെ ഒരു ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിച്ച, അവർ മനസ്സിലാക്കണതിന്റെ ഒരു ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കി. അവരോട് കാത്തിരിക്കണം എന്നാ പറഞ്ഞ, പക്ഷെ ആ കാത്തിരിപ്പിൽ എന്നാ ചെയ്യണ്ടെന്നുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ലീഡർ കാണിച്ചു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ലീഡർ കാണിച്ചു തന്നിട്ട് പ്രാർത്ഥിച്ച് ഇരുട്ടായ മലയിൽ കയറും. ഹല്ലേലൂയ. ഒരു സുവിശേഷ ഘോഷണത്തിന് പോണതിന് മുമ്പ് മലയിൽ കയറും. ഹല്ലേലൂയ. മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് മുമ്പ് കേൾക്കും, റിസീവ് ചെയ്യും. ഹാലലുയ. എന്നിട്ടാ ഇരിക്കുന്നത്. ഹാലലുയ. അതുകൊണ്ട് ഇവർക്കറിയായിരുന്നു ആ കാത്തിരിപ്പിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഇവർക്ക് അറിയാമായിരുന്നു. എന്താണ്? മാതൃക കാണിച്ചിട്ട് കാരണം അവരും പ്രാർത്ഥിക്കണമെന്നുള്ളത് മനസ്സിലായി അവർക്ക്. ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് തന്റെ ഇടയൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹാലലുയ. അതുകൊണ്ട് അവർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, കാത്തിരിക്കുക. 10-ാം ദിവസം. ഹാലലുയ. എന്താ സംഭവിച്ചതെന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഹാലലുയ. അല്ലെ? അവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്? പെന്തക്കോസ്ത് 10 ദിവസം അവർ അനങ്ങിയിട്ടെന്ന്. ഹല്ലേലൂയ. അവർക്ക് എന്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ? പ്രാർത്ഥന, ആരാധന. പ്രാർത്ഥന, ആരാധന. അതിനകത്ത് ഐക്യമത്യപ്പെട്ട്. എനിക്ക് തോന്നുന്നത് ആ 10 ദിവസം അവർക്ക് മത്സരമായിരുന്നിരിക്കും, ഓരോരുത്തർ പ്രാർത്ഥിക്കാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ആ ആ ആ മത്സരമായിരിക്കാം, ചിലപ്പോ ആരാധന ലീഡ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത്. ഹാലലുയ. ഒരാൾക്ക് വിഷമം, ഒരാൾ ബുദ്ധിമുട്ടുമ്പോഴത്തേക്ക് അടുത്തയാൾ ഓക്കെ ആരാധന. ഹാലലുയ. അങ്ങനെ അവർ ഇരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു മേഘത്തിന്റെ അടിയിൽ എന്ന് പറയാം. ഹാലലുയ. പ്രാർത്ഥനയുടെ ഒരു മേഘത്തിന്റെ അടിയിൽ അവർ ഇരുന്നത്. ഹാലലുയ. 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്. നിങ്ങൾ ഇത് 12-ാം ദിവസം 2 ദിവസം കൂടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഹാലലുയ. നിങ്ങൾ എക്സ്ട്രാ മൈല ഓടിക്കൊണ്ടിരിക്കണേ ഇപ്പൊ. ഹാലലുയ. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, നിങ്ങൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് എക്സ്ട്രാ മൈലാണ്. ഈ എക്സ്ട്രാ മൈൽ ഓടുമ്പോൾ ഈ 1-ാം അധ്യായത്തിലെ 8-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സാക്ഷികളായിട്ട് നിങ്ങൾ മാറും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അങ്ങനെ തന്നെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹാലലുയ. ഇതൊരു സാക്ഷികളുടെ സമൂഹത്തിന് മുമ്പുള്ള ഹാലലുയ ഒരാലോചനയത്. പാസ്റ്ററിന് ദൈവം കൊടുത്ത ആലോചന നിങ്ങൾ നടപ്പിലാക്കാനായിട്ട് പാസ്റ്ററും കുടുംബവും അതിന്റെ കൂടെ സഭയായിട്ട് ഒന്നിച്ചിരിക്കുന്നു. ഹാലലുയ. ഇതിലും വലിയ ഉണർവ് എന്താ ഉള്ളേ? ഹാലലുയ. ഇതിനെയാ ഉണർവെന്ന് പറയുന്നത്. ഹാലലുയ. ഹാലലുയ. അപ്പൊ ആ ഉണർവിന്റെ ഭാഗത്ത് അന്ന് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 10-ാം ദിവസം എന്നാ സംഭവിച്ചെന്നുള്ള അവിടെ കൂടി പറഞ്ഞിട്ടുണ്ട്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി. ഹാലലുയ. ഹാലലുയ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. ഹാലലുയ. ഹാലലുയ. വീട് മുഴുവൻ നിറച്ചു. നിങ്ങൾക്കുള്ള വചനമാണ്. ഹാലലുയ. നിങ്ങൾ നിറവിന്റെ ഒരു ലെവലിലേക്ക് കടക്കാൻ പോകുന്നതുള്ള ഒരു പ്രൂഫാ അത്. ഹാലലുയ. നിങ്ങൾ കൂടിയിരിക്കുന്നവരുടെ മേൽ നിറയ്ക്കും. നമ്മൾ എവിടെയാ കണ്ടെന്നറിയാവോ? ഇതിനകത്ത് ഈ പെന്തക്കോസ്ത് നാൾ വന്നപ്പോ കൂടിയിരുന്ന
ഇതുപോലെ തന്നെ കുറെ പേര് കൂടിയപ്പോ കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ പറഞ്ഞേക്കുന്നേ? നിന്റെ പടകൊന്ന് എനിക്ക് തരുമോന്ന്. ആ സമയത്ത് ആ പടകിന്റെ പ്രത്യേകത എന്നാന്ന് പറയട്ടെ, പടക് ശൂന്യമായിരുന്നു. ഹല്ലേലൂയ. ശൂന്യമായ പടക്. കാരണം എന്നാ? രാപ്പകൽ അധ്വാനിച്ചിട്ടും രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒന്നും ആ തടാകത്തിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് കിട്ടിയതെന്നല്ല ദൈവമക്കളെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സഹോദരിമാരെ പറഞ്ഞിരിക്കുന്ന? തടാകത്തിൽ നിന്നൊന്നും കിട്ടിയില്ല. ഒരു തടാകത്തിന്റെ പ്രത്യേകത അറിയുമ്പോൾ അതിനൊരു ബൗണ്ടറി ഉണ്ട്. എന്നിട്ടും അവർ വീശിയിട്ട് കിട്ടിയില്ല എന്ന് പറയും. ഗന്നസരത്ത് തടാകത്തിൽ നിന്ന് വീശിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അവർക്ക്. ഹല്ലേലൂയ. കാരണം കിട്ടാതെ രാത്രി മുഴുവൻ വല വീശിയിട്ട് വന്ന് കാലിയായിട്ട് കിടക്കുന്ന പടകയിലേക്കാ കർത്താവ് ചോദിക്കുന്നത്. എന്താണ്? ഇതിനകത്ത് ഇരിക്കുന്നവരുടെ മേലും, ഹാലല്ലൂയ, ഇതിനകത്ത് കാലിയായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? അവൻ നിറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇരുത്തിയിരിക്കുന്നതാ. ഹാലല്ലൂയ. ചിലതിനോടൊക്കെ കൽപ്പിച്ച് വെച്ചേക്കുവാ, എന്റെ ടൈം ആവുമ്പോ ഞാൻ നിറയ്ക്കും അതിനെ. കാത്തിരിക്കുന്നവർക്കായിട്ടുള്ളതാ. ഹാലല്ലൂയ. കാരണം എന്നാ? രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒന്നും കിട്ടാതെ നിന്നിരുന്ന, ഹാലല്ലൂയ, ഒന്നും കിട്ടി പടക ശൂന്യമായിട്ട് വന്ന പത്രോസിന്റെ പടകമേൽ കർത്താവ് ഒന്ന് കയറിയിട്ട് ഒരു വാക്ക് പറഞ്ഞു, ആഴത്തിലേക്ക് വലയിറക്കുക. ഹാലല്ലൂയ. ആഴത്തിലേക്ക് നിങ്ങളൊന്ന് പിടിച്ചാൽ, ഹാലല്ലൂയ, ആ വലയൊന്ന് ഇറക്കിയാൽ ആ വലയെ നിറയ്ക്കുന്ന കർത്താവ്. നിറയ്ക്കുമ്പോ എങ്ങനെ നിറയ്ക്കുമെന്നറിയാവോ? എഫെസ്യൻസ് 3:20 പറഞ്ഞിരിക്കുന്ന പോലെ, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട്, ഹാലല്ലൂയ, നിറയ്ക്കാൻ കഴിവുള്ളവനാ വലയിറക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഹാലല്ലൂയ. വല കീറുമാറ് കയറിയെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹാലല്ലൂയ. ഹാലല്ലൂയ. അതുപോലെ നിറയ്ക്കാൻ ശക്തനാണവൻ. ഹാലല്ലൂയ. ആ നിറവ് നമ്മൾ കണ്ടു. എവിടെ കണ്ടു? അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിനകത്ത് കണ്ടു കഴിഞ്ഞു. ഹാലല്ലൂയ. ആ നിറവ്, ഹാലല്ലൂയ, അല്ലെ? ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. ഹാലല്ലൂയ. യേശുവെ കിട്ടിയാൽ എല്ലാം കിട്ടി. ഹാലല്ലൂയ. ഹാലല്ലൂയ. അതാ എല്ലാത്തിന്റെ നിറവ് അവനാ. അവനെ കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഹാലല്ലൂയ. അതുകൊണ്ടല്ലേ കർത്താവ് യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിനകത്ത് 9-ാം വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്കായി തുറക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് ആ പാരഗ്രാഫ് അവസാനിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ദോഷികളായ നിങ്ങളുടെ അപ്പൻ, ഒരു അപ്പൻ തന്റെ മക്കൾക്ക് വേണ്ടി മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുവോ? അപ്പൻ ചോദിച്ചാൽ കല്ല് ചോദിക്കുവോ? എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം നിങ്ങൾക്ക് തരൂന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പത്തിനൊന്നും അല്ല. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ആത്മാവിന്റെ നിറവിനായിട്ടാ. ഹാലല്ലൂയ. ഹാലല്ലൂയ. ഞങ്ങളിൽ നിന്ന് റിവൈവൽ പുറപ്പെടണം എന്ന് പറഞ്ഞ, ഞങ്ങളിൽ അന്ന് പെന്തക്കോസ്ത് നാളിൽ അടിച്ച കാറ്റ് ഞങ്ങളിൽ നിന്ന് അങ്ങ് അടിക്കണം. ഹാലല്ലൂയ. ആ കാറ്റ് കുറെ പേരെ എന്തിലേക്ക് കൊണ്ടുവന്ന് കയറ്റണം? സഭകളിലേക്ക് കൊണ്ടുവന്ന് കയറ്റണം. ഹാലല്ലൂയ. കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയണം. അവന്റെ അന്ത്യനാളുകളിൽ എടുക്കപ്പെടുന്നവർ, ഹാലല്ലൂയ, ആയിട്ട് മാറ്റണം. രക്ഷയിലേക്ക് വരണം. നിത്യജീവനിലേക്ക് കടക്കണമെന്നുള്ള കൊതിയോടുകൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഹാലല്ലൂയ. കൊതി എന്താ? അപ്പന്റെ കൊതിയാ. നമ്മൾ കർത്തൃ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം നടപ്പിലാക്കണം. ആ ഹിതം നിങ്ങൾ ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഹാലല്ലൂയ. ആ ഹിതത്തിനായിട്ട് നിങ്ങളുടെ അഭിഷിക്തനെ ശബ്ദം കേൾപ്പിച്ച് ഇരുത്തിക്കുക. ഹാലല്ലൂയ. അതനുസരിക്കാൻ നിങ്ങളൊരു കൂട്ടരും. നിങ്ങൾ പിന്നെ അനുഗ്രഹം അല്ലാണ്ട് എന്താ? ഹാലല്ലൂയ. ഹാലല്ലൂയ. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ വീട് മുഴുവൻ നിറച്ചു. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഹാലല്ലൂയ. ഒരു തീ പണ്ട് ആരുടെ മേൽ ഇറങ്ങിയെന്നറിയാം? യെശയ്യാവിന്റെ നാവിന്മേലൊന്ന് തൊട്ടു ഒരു കൊടില് വെച്ചു ദൂതൻ. ഹാലല്ലൂയ. പിന്നെ യെശയ്യാവ് എന്നെ ചോദിച്ചോളൂ, ഞാൻ പോവാൻ റെഡിയാ കർത്താവ്, നീ ഉണ്ടോ? നാവിന്മേൽ ഇത് തൊട്ട് കഴിഞ്ഞപ്പോ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് വേണ്ടിയിട്ട് പോവാൻ നീ റെഡിയാണോന്ന്. അങ്ങനെ കർത്താവ് ഒരു ഒറ്റ വാക്കേ പറഞ്ഞോളൂ, യെസ്. അല്ല, യെശയ്യാവ് ഒരു വാക്കേ പറഞ്ഞോളൂ, യെസ് കർത്താവേ, ഞാൻ റെഡിയാണ്. ഹാലല്ലൂയ. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ നിങ്ങളുടെ ലീഡറെ ഇടയനായിരിക്കുന്ന അഭിഷിക്തൻ. ഹാലല്ലൂയ. ഞാൻ റെഡിയാ കർത്താവേന്ന്. ആ ഉണർവിന്റെ അഗ്നിയായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളാ. ഹാലല്ലൂയ. ആ ഉണർവിന്റെ അഗ്നിയുടെ ഒരു പകർപ്പ് നിങ്ങൾക്കും വേണമെന്ന് ആഗ്രഹിച്ചിട്ടാ എന്തിരിക്കുന്നേ, ഇങ്ങനെ ഇരിക്കുന്നേ. ഹാലല്ലൂയ. 12 ദിവസമായിട്ട് ഇങ്ങനെ ഒരു മിനിസ്ട്രിക്ക് പേരും കൊടുത്തിട്ട് ദൈവ ശബ്ദം
താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അപ്പൊ പറഞ്ഞേക്കണേ, അന്ന് തീ കൊണ്ട് നാവിലൊന്ന് തൊട്ടപ്പോൾ ഹല്ലേലൂയ എന്ത് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്ന് യെശയ്യാവിന്റെ നാവിന്റെ മേൽ തൊട്ടപ്പോൾ യെശയ്യാവ് റെഡിയാന്ന് പറഞ്ഞപ്പോൾ, അപ്പൊ നിങ്ങളോട് ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. ആർ യു റെഡി ആൻഡ് അവൈലബിൾ? നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് കർത്താവ് നിങ്ങളുടെ നാവിന്മേല് അഗ്നിയെ പകർന്നാൽ എന്ന് പറയേണ്ട കാര്യം കാത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പകർപ്പെട്ടിരിക്കുന്ന അഗ്നി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ അതിനായിട്ട് അവൈലബിൾ ആണോ? ഹല്ലേലൂയ. നിങ്ങൾ അതിന് റെഡിയാണോ? ചോദ്യം അത്. ഹല്ലേലൂയ. 2 3 പേര് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ വരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിനോട് നിങ്ങൾ അവിടെ ഇരുന്നൊന്ന് പറയാമോ? റെഡിയാണെങ്കിൽ ഞങ്ങൾ റെഡിയാന്ന്, ഞങ്ങൾ അതിന് അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ ആണെന്ന് പറയാമോ? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ പാസ്റ്റർ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഡിസ്ട്രാക്ഷൻ സ്വരത്തിലുണ്ടോ? കേൾക്കാം, കേൾക്കാം. ഓക്കെ 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 ഓക്കെ. എന്നാ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടോ? എനിക്ക് കാണാൻ പറ്റാത്തോളം അറിയില്ല. എല്ലാവരും കാണാൻ പറ്റുന്നില്ല. കിട്ടുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ചെയ്യുവാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഒന്ന് കണ്ടോണ്ട് സംസാരിക്കാലോ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അപ്പോ അത്ഭുതകരമായിട്ട് കർത്താവ് എന്ത് ചെയ്തേക്കുക? നമ്മുടെ നാവിൽ തന്നിരിക്കുന്ന ഈ അഗ്നി നമ്മുടെ മേൽ നാവിൽ തന്നിട്ട് കർത്താവ് ചോദിക്കുവാണ്, നിങ്ങൾ റെഡിയാണോ, അവൈലബിൾ ആണോ? ഹല്ലേലൂയ. കേൾക്കാമോ? 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 ഇപ്പൊ കേൾക്കാമോ? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കേൾക്കാം. ഓക്കെ ഓക്കെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അങ്ങനെ റെഡി ആണോ, അവൈലബിൾ ആണോ എന്നുള്ളൊരു ക്വസ്റ്റിന്റെ മറുപടി പറയേണ്ടവർ നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് ഇപ്പൊ പറഞ്ഞ കേൾക്കും കർത്താവ്, ഇപ്പൊ മുതൽ കർത്താവ് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എങ്ങനെയെന്നൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അത് കർത്താവ് ഉപയോഗിക്കും. രാത്രി കൊണ്ട് കർത്താവിന് ഉപയോഗിക്കാൻ മാറ്റാൻ കർത്താവിന് സാധിക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ അല്ലെ, അപ്പൊ അങ്ങനെ അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഈ അന്യഭാഷയിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്കറിയാം അല്ലെ. എന്താ സംഭവിച്ചേ? അവിടെ കുറെ പ്രത്യേകതകൾ ഇങ്ങ് കയറി വരിക. അതുവരെ ഇല്ലാതിരുന്ന ഒരു സാധാരണ ജനത്തിന്മേൽ ഒരു മാറ്റം. ഹല്ലേലൂയ. ഒരു സാധാരണ ജനമായിരുന്നു അവർ. ഹല്ലേലൂയ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ അല്ലെ. ഈ സമസ്വഭാവമുള്ള മനുഷ്യനായ ഏലിയാവിനെ കണ്ട് കർത്താവ് ജയിച്ചത് ഓർക്കുമ്പോ ഹല്ലേലൂയ എന്താ, എങ്ങനെ നമുക്ക് പാടണം? ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഇതൊന്നുമില്ലേ, ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല ഇതൊന്നുമില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ അല്ലെ. എത്ര വലിയ അത്ഭുത സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ ഏലിയാവിനെ കണ്ട് കർത്താവ് ചെയ്യിച്ചത്. ഹല്ലേലൂയ. ആ ഏലിയാവിന് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നെങ്കിൽ ആ ഏലിയാവ് ദൈവശബ്ദം കേൾക്കുന്ന പരിശുദ്ധാത്മാവ് അല്ലെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അദ്ദേഹം എന്താ ചെയ്തെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കുറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് പറയാ, കർത്താവെ എന്നെ ഒന്നങ്ങ് വിളിക്കണേന്ന്. ഹല്ലേലൂയ അല്ലെ.
അതും നമുക്കറിയാവുന്ന കാര്യം. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ സ്വഭാവമുള്ള മനുഷ്യനാന്നാ, ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അല്ലെ. അദ്ദേഹത്തിന് വന്ന ചേഞ്ച് പോലെ തന്നെ ഹല്ലേലൂയ. ഇവിടെ എന്ത് പറയാണ്? ആ ഒരു അപ്പോസ്തല പ്രവൃത്തികള് 4 വചനം 2-ാം അധ്യായത്തിന്റെ 4-ാം വചനം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഭാഗം ഏതാണ്? പിന്നെ അങ്ങോട്ട് ഒരു പീറ്ററിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെയാ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചു എന്ന് പറഞ്ഞ് അടക്കം ചെയ്ത് ശത്രു വിചാരിച്ച് അവളെ തോൽപ്പിച്ചെന്ന് വിചാരിച്ചപ്പോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് പോലെ 10-ാം ദിവസം പത്രോസും എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ആ പത്രോസിനെ നമ്മൾ ആദ്യം പറഞ്ഞത് ഗന്നസരത്ത് തടാകത്തിൽ നിന്ന പത്രോസ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശ ബാധിച്ചൊരു പത്രോസ് വരുന്നത്. ഹല്ലേലൂയ. ഈ നിരാശയുടെ വക്കത്ത് നിന്നപ്പോൾ പത്രോസിന്റെ പടക് കർത്താവ് നിറച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ നിരാശ മാറി. എന്നിട്ട് കർത്താവിനോട് പറയാ, എന്റെ കർത്താവേ ഞാൻ പാപിയാന്ന്. ആ നിരാശ മാറിയപ്പോൾ പത്രോസിന്റെ ഉണ്ടായ ഒരു ഭാവം എന്നാന്ന് പറയട്ടെ, കർത്താവേ നിന്നോട് ചേർന്നിരിപ്പാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ പാപിയാന്ന് എന്ന് പറഞ്ഞ എന്താണ്? ഉള്ളിൽ ഒരു റിപ്പൻഡൻസ് വരിക, ഉള്ളിൽ ആ തന്നെ തെറ്റിനെ കുറിച്ചുള്ള ബോധ്യം വരുക. ഹല്ലേലൂയ. നമ്മൾ കേൾക്കാമോ? 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 കേൾക്കുന്നുണ്ട്. ഓക്കെ. എന്താ സംഭവിക്കണേന്ന് എനിക്ക് അറിയില്ല. എന്ത് തന്നെയാലും നിങ്ങൾ എല്ലാവരും ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കാമോ? കാരണം ഈ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു പ്രൂഫാ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കേൾക്കാമോ? കാരണം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ വചനങ്ങൾ നിങ്ങൾ വെറും ജഡത്തിലോ സോളിലോ അല്ല റിസീവ് ചെയ്യേണ്ടത്, നിങ്ങൾ സ്പിരിറ്റിൽ റിസീവ് ചെയ്യണതിന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ സ്പിരിറ്റിലേക്ക് റിസീവ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കേൾക്കാമോ? ഹല്ലേലൂയ. ഇതിനൊരു തടസ്സം നേരിടാതെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്ന് കേൾക്കാമോ? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, 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 താങ്ക് യു ലോർഡ്. അത്ഭുതകരമായിട്ട് അല്ലെ. അപ്പൊ അത്ഭുതകരമായിട്ടൊരു മാറ്റം പത്രോസിന് കൊടുക്കുക. എന്താണ്? നിരാശ മാറിയ പത്രോസിന്റെ ജീവിതത്തിൽ പ്രത്യാശ കടന്നു വന്നപ്പോൾ താൻ ചെയ്ത പാപത്തെക്കുറിച്ച് തനിക്ക് ചിന്ത വരുന്നു. ഹല്ലേലൂയ. ആ ചിന്ത അദ്ദേഹത്തിനെ കുറ്റബോധത്തിലാക്കി വീണ്ടും ഒരു ഡിപ്രഷനിലേക്ക് നയിച്ചില്ല. പകരം കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം ഒരു വിളിയാ അതിൽ നിന്ന് പുറപ്പെട്ടത്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം ജനം താങ്കളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ദേശത്തിന് സൗഖ്യം വരുമെന്നാണ് 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൽ 13-14 പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. അപ്പോ ഈ ഒരു ഫാസ്റ്റിംഗ് പ്രയറിന്റെ അല്ലെങ്കിൽ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന റിവൈവൽ മീറ്റിംഗിന്റെ പുറകിൽ നമ്മൾ ആദ്യം ആചരിക്കേണ്ട ഒരു കാര്യം ഏതാണ്? നമുക്ക് പാപത്തെക്കുറിച്ച് ബോധം. അത് തന്നെയല്ല, പാപത്തെക്കുറിച്ച് ബോധം വന്നാൽ മാത്രം പോരാ, പാപത്തിൽ നടക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അതിനെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തം നീതിയുള്ളതും വിശ്വസ്തതയുള്ളതും എന്ന് 1 യോഹന്നാൻ 1:8 പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതകരമായിട്ട് കർത്താവ് നിങ്ങളെ ശുദ്ധീകരിച്ച് ഹല്ലേലൂയ അവന്റെ മാറോട് ചേർത്ത മീനെ പിടിക്കുന്നവരായിട്ടല്ല, മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റാൻ ശക്തനും ഹല്ലേലൂയ വാഗ്ദത്തത്തിൽ വിശ്വസ്തനുമാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഈ റിവൈവൽ മീറ്റിംഗിന്റെ ഫസ്റ്റ് പാർട്ട് എന്തായിരിക്കണം? നമ്മൾ പാവങ്ങൾ, നമ്മളെ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ സാന്നിധ്യത്തിലേക്ക് അടുത്ത് വരുവാൻ തക്കവണ്ണം എന്താണോ എന്റെ ജീവിതത്തിൽ മാറ്റേണ്ട ആ കല്ലറയെ മൂടി വെച്ച കല്ല്, ഹല്ലേലൂയ, ആ റിസറക്ഷൻ പവർ വെളിപ്പെടുത്തരുതെന്ന് ഓർത്ത് വെച്ച് മൂടി വെച്ച കല്ല് ഏതാണോ ആ കല്ലിനെ മാറ്റാൻ നിങ്ങളൊന്ന് നിന്നു കൊടുത്താൽ ആ കല്ലിനെ കർത്താവ് ശുദ്ധീകരിക്കും. ആ കല്ലിനെ എടുത്തു മാറ്റി നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങളിൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വെളിപ്പെടുത്താൻ അവൻ ശക്തനത്രേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പത്രോസിന് വന്ന മാറ്റം ഒരു വല്ലാത്ത മാറ്റം തന്നെയാ. ഹല്ലേലൂയ. ആ പത്രോസ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ കൂടെ പോയി. എന്നിട്ട് ഈ കാണായ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിച്ചിട്ട് കടലിന്റെ മീതെ നടക്കണം എന്ന് പറഞ്ഞപ്പോ ഈ പത്രോസ് പറയാണ് എനിക്കും നടക്കണമെന്ന്. പത്രോസിനോട് പറഞ്ഞു, നീ പോരെ മോനെ പത്രോസ് എന്ന്. കടലിന്റെ മൂളിൽ കൂടെ നടക്കുമ്പോൾ, ഓളത്തിന്റെ മേളിലേക്ക് നടക്കുമ്പോൾ ഈ പത്രോസ് നോക്കുന്നത് കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം. അതുകൊണ്ട് കടലിന്റെ മേളിൽ കൂടെ നടക്കാൻ പറ്റി. പക്ഷെ എപ്പോഴാണോ താൻ പോകുന്നത് ഏതിലെയാന്നുള്ളത്, താൻ കടന്നു പോകുന്ന പ്രതിസന്ധി ഏതാന്ന് ചിന്തിച്ചുകൊണ്ട് പ്രതിസന്ധിയിലേക്ക് നോക്കുന്നോ, അപ്പോഴും ആ കണ്ണൊന്ന് ചലിച്ച് പ്രതിസന്ധിയിലേക്ക് നോക്കിയപ്പോഴാ താഴാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന പത്രോസിന് പറ്റിയ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറ്റിയത്? ചെറുതായിട്ട് ഒരു ഭയം ഉണ്ടായി. ഹല്ലേലൂയ. ആ പഴയ കാലത്തെ കുറിച്ച് ഓർമ്മ വന്നു. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് അങ്ങനെയാണോ പഴയ നിയമത്തിനകത്ത് നടത്തിയിരിക്കുന്നത്? കേൾക്കാമോ എല്ലാവർക്കും? ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവ് അങ്ങനെ പഴയതിൽ നടത്തുന്ന ദൈവമൊന്നും അല്ലെന്നാ. കാരണം ഒരു 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 ചെങ്കടൽ വിഭാഗിച്ച് ജനങ്ങളെ കടത്തിവിടുമ്പോൾ, ഒരു ജോർദാൻ വിഭാഗിച്ച് ജനതകളെ കടത്തിവിടുമ്പോൾ അവിടെ കൊടുത്തിരുന്ന വാഗ്ദത്തം ഇതായിരുന്നു. ഹല്ലേലൂയ. എന്താണ്? അവരെ ഉണങ്ങിയ നിലത്തോടെ കടത്തിവിട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കാമോ? ഹല്ലേലൂയ. Ribara reka sikare bara kasikare bara bala bara 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 bara. കേൾക്കാമോ? Hallelujah. Thank you, Lord. 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 Ribara bara kase kare bara 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 kase kare bara 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 bara. സോറി, ഞാൻ വേറൊരു ഇത് നിങ്ങളുടെ കയറാം. Hallelujah. Thank you, Lord. Ribara kasikare bara 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 kase. ഒന്ന് ജോയിൻ ചെയ്യിക്കാമോ പാസ്റ്റർ? Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord. Riri bara kasiri bara. Recording in progress. Sekora bara bara kasekara bara bara kasiri bara kasiri bara 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 bara. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord. ഈ പത്രോസ്, ഹല്ലേലൂയ, ഈ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു ഭയം ഉണ്ടായി ആ സമയത്ത്, അല്ലെ? ഈ ഭയം ഉണ്ടായിരുന്ന പത്രോസ് അതിനെ അതിജീവിച്ച് വീണ്ടും കർത്താവിന്റെ കൂടെ യാത്ര ചെയ്തു. എന്നിട്ടും കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് എന്ത് പറഞ്ഞു? 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ഹല്ലേലൂയ. 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടും ആ തള്ളിപ്പറഞ്ഞ കർത്താവ് പത്രോസിനെ വീണ്ടും കൈക്കൊണ്ടിട്ട്, ഹല്ലേലൂയ, വീണ്ടും എവിടെ എന്ത് സംഭവിക്കുകയാണ്? കൈക്കൊണ്ട പത്രോസിനെ വീണ്ടും കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പോലും പത്രോസ് നിരാശയുടെ പടകി കിടക്കുക എപ്പോഴും. ഹല്ലേലൂയ. എന്നാ പറഞ്ഞത്? വാ മക്കളെ, നമുക്ക് പഴയ പണിക്ക് പോകാന്ന്. ഹല്ലേലൂയ. നമുക്ക് പഴയ പണിക്ക് തന്നെ പോവാ എന്ന് പറഞ്ഞ് ആ പഴയ പണിക്ക് പോവുക. ഹല്ലേലൂയ. എവിടെ? മീൻ പിടിക്കാൻ. ഇപ്പൊ പോകുന്നത് ഗെന്നസരത്ത് തടാകത്തിലേക്കല്ല കേട്ടോ, തടാകത്തിലല്ല, ഇനി വലിയ കടലിലേക്കാ പോകുന്നത്, തിബരിയാസ് കടവിലേക്കാ പോകുന്നത്. എന്നിട്ടും കിട്ടിയില്ല ഒന്നും. അപ്പോ കർത്താവിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാ പിന്നെ കർത്താവുമായിട്ട് നടന്നാലേ കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. വിട്ടേച്ച് പോവാന്ന് വിചാരിച്ചാൽ ഒന്നും കിട്ടുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, എന്താണ് ഈ കർത്താവ് അപ്പോഴും കാത്തിരിക്കുന്ന ഒരു കർത്താവാന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാത്തിരിപ്പ് തന്നെ നമ്മളോടും പറഞ്ഞ, നിങ്ങളും ഒന്ന് കാത്തിരിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാത്തിരുന്ന പത്രോസിനെ ഹല്ലേലൂയ അടുത്ത ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അടുത്ത ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ നേരത്തെ 21-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഷിഫ്റ്റ് ചെയ്യിക്കുന്നതിന് മുമ്പ് എന്താണെന്നറിയാമോ ചോദ്യം? യോഹന്നാന്റെ മകനായ ഷീമോനെ, ഏതാണ്? 21-ാം അധ്യായം 15-ാം വചനത്തിനകത്ത് ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. യോഹന്നാന്റെ മകനായ ഷീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. ഒരു ചോദ്യമാണ് നമ്മളോടത്. നീ ഇവരിലൊക്കെ ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നു കർത്താവെ. വീണ്ടും ചോദിക്കുവാണ്, എന്താണ്? കർത്താവ് എന്നോട് പ്രിയമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് രണ്ടാമത് ചോദിക്കുകയാണ് 16-ല്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറ, യെസ്, ഐ ലവ് യു ലോർഡ്.
മൂന്നാമതും ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഹല്ലേലൂയ. അവിടെ പ്രിയമുണ്ടോ എന്ന് 3 പ്രാവശ്യം ചോദിച്ചാൽ 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞു? അപ്പൊ ഒരു പ്രാവശ്യം 3 പ്രാവശ്യം പറഞ്ഞാൽ മതിയോ നമ്മള്? ഹല്ലേലൂയ. എനിക്ക് പ്രിയമുണ്ട് കർത്താവേ, എനിക്ക് പ്രിയമുണ്ട് കർത്താവേ, എനിക്ക് പ്രിയമുണ്ട് കർത്താവേ. ഈ കർത്താവിനെ തള്ളി നിർത്തിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാ ഒരു ദിവസം ചെയ്യുന്നേ? ഹല്ലേലൂയ. അപ്പോഴും കർത്താവ് ചോദിക്കാം, നീ എന്നെയും കൂടി ഒന്ന് കൂട്ട്, നീ എന്നെയും കൂടി ഒന്ന് കൂട്ട്, നീ എന്നെയും കൂടി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നീ എന്നോട് ചോദിക്കുന്നതിൽ നിനക്ക് എന്നല്ല അത്യന്തം, നീ നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ഞാൻ നിനക്ക് ചെയ്തു തരാന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നോടാണോ സ്നേഹം കൂടുതൽ? നീ എന്നെയാണോ സ്നേഹിക്കുന്നത് കൂടുതലെന്ന് ചോദിക്കുക. ഹല്ലേലൂയ, അല്ലേ? അപ്പൊ പത്രോസ് മിണ്ടാതിരുന്നൊന്നുമില്ല കേട്ടോ. പത്രോസ് ഒരു മറുപടി പറഞ്ഞു. ആ മറുപടി നിങ്ങൾ എന്റെ കൂടെ ഒന്ന് പാടാമോ? സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഒന്ന് പാടാമോ എന്റെ കൂടെ എല്ലാവരും കൂടെ? സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. അതുകൊണ്ട് എന്നെ പറഞ്ഞേക്കുന്നത്, ദിനവും യേശുവിന്റെ കൂടെ, അല്ലെ? എന്നും യേശുവിന്റെ കൂടെ നടക്കാന്ന് വാഗ്ദത്തം പറയാ. ഹല്ലേലൂയ. ഞാൻ നിന്റെ കൂടെ ഉണ്ട് കർത്താവേ, ഞാൻ നിന്നോട് കൂടെ, ഞാൻ നിന്നെ തന്നെ സ്നേഹിക്കുന്നു. പറയോ? എന്താ പറയുന്നേ? അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. കാരണം എനിക്കറിയാം നീ എനിക്ക് വേണ്ടിട്ട് എന്തൊക്കെയാ ചെയ്തേക്കുന്നത്. നീ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ സകലതും ചെയ്ത് തീർത്ത് പൂർത്തിയാക്കിയ നീ എനിക്ക് തന്നിരിക്കുന്നേ. ഹല്ലേലൂയ. നീ എന്നെ ജനിപ്പിച്ചിരിക്കുന്നത് തന്നെ സകലതും പൂർത്തിയാക്കിയിട്ട. ആദ്യനും അന്ത്യനും ആയവൻ നമ്മുടെ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളത് പൂർത്തിയാക്കി തന്നിട്ട്, ഹല്ലേലൂയ, സകലതും കാൽവരി ക്രൂശിന്മേൽ പൂർത്തിയാക്കി തന്നിട്ട്, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്, ഹല്ലേലൂയ, നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അവിടെ കർത്താവ് തന്നിരിക്കുന്ന, അല്ലെ, പത്രോസിനോട് കൊടുത്തിരിക്കുന്ന ഒരു മാതൃക അവിടെ പത്രോസിനോട് കൊടുത്തിരിക്കുക. എന്താണ്? നീ ഒന്ന് പറ സ്നേഹിക്കുന്നതെന്ന്. നിങ്ങളും അത് പറയാൻ റെഡിയാണോ? കർത്താവ് ഒരു മറുപടി വരെ, എന്നാ നീ എന്റെ ആടുകളെ അങ്ങ് മേച്ചോളാൻ, നിന്നൊരു ഷെപ്പേർഡിന്റെ സ്ഥാനത്താ എന്നെ നിർത്തുന്നതെന്ന്. ഹല്ലേലൂയ. കമോൺ. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ എവിടെയാന്ന്? ഇടയ സ്ഥാനമാ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലുള്ളവരെ, ഹല്ലേലൂയ, നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെ, ഹല്ലേലൂയ, സഭയാകുന്ന കർത്താവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർക്കാൻ, ഹല്ലേലൂയ, നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുവാന്ന്. അതിനാ റിവൈവലിന്റെ പാർട്ടാക്കി നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇതിനകത്തിരിക്കുന്ന ഭൂരിഭാഗം പേരും സ്ത്രീകളായിരിക്കൊണ്ട് പറയട്ടെ, ഹല്ലേലൂയ, സ്ത്രീകൾ എഴുന്നേൽക്കുന്ന ഒരു സമയമാണ്. സ്ത്രീകളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന ഒരു സമയമാണ്. ഈ കോവിഡ് സീസൺ മുതൽ പല പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുക, സ്ത്രീകൾ ഈ 2021 മുതൽ എഴുന്നേറ്റ് വരുമെന്ന്. യെസ്, 21 മുതൽ സ്ത്രീകൾ ശക്തരായിട്ട് എഴുന്നേൽക്കുക പലയിടത്തും. ഇതിനകത്തിരിക്കുന്ന സ്ത്രീകളോടാ പറയുന്നേ, ഹല്ലേലൂയ, നിങ്ങൾ പ്രശോഭിക്കുന്ന സ്ത്രീകളായിട്ട് എഴുന്നേൽക്കുക. ഹല്ലേലൂയ, നിങ്ങൾ മാതൃകകളായിട്ട് എഴുന്നേൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 31-ാം അധ്യായത്തിന്റെ 10-ാം വചനം മുതൽ 31 വചനം വരെയുള്ള ആ സ്ത്രീയായിട്ട്, ജ്ഞാനമുള്ള സ്ത്രീയായിട്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരിക്കുന്നവർ കർത്താവിനെ എങ്ങനെ അറിയാതിരിക്കും? ഹല്ലേലൂയ. കർത്താവിനോട് എങ്ങനെ ചേരാതിരിക്കും? ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ വീട്ടിലെ വിലയേറിയ ഒരു മുത്തായിട്ട് മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പലപ്പോഴും പഴിയായിരിക്കുമല്ലോ കേൾക്കുന്നേ അവളുടെ ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര സുന്ദരമായ വാക്കാന്നറിയാവോ? ആ പ്രാർത്ഥന എന്ന് പറഞ്ഞ് പുച്ഛിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. ചേട്ടനോട് ചേർന്നിരിക്കുകയല്ലേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പുച്ഛം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ ജ്ഞാനമേറിയതായിട്ട് മാറാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം തീയുടെ ഒരു അനുഭവം വരുമ്പോഴാ ഇത് വെളിപ്പെട്ടിട്ടുള്ളൂ പത്രോസിനും, അല്ലേ?
അന്ന് അഗ്നി ഇറങ്ങിയതിന് ശേഷമാണ് ഇവിടെ വെളിപ്പെട്ടിട്ടുള്ളൂ. ഹാലലുയ. അന്നൊരു അഗ്നി ഇറങ്ങിയപ്പോഴാ യെശയ്യാവാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത് അല്ലെ. അപ്പൊ തീ ഇല്ലാണ്ടൊന്നും എന്തില്ല, ചിലത് കത്തേണ്ടത് കത്തുകയല്ല. ഹാലലുയ. കത്തേണ്ടത് കത്തണമെങ്കിൽ തീ വേണം. ഹാലലുയ. ആ തീയുടെ പകർപ്പ് നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഇടയൻ നിങ്ങളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ഹാലലുയ. നിങ്ങൾ ഈ കിടക്കണ തീ എന്നാന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ അഭിഷിക്തൻ കഷ്ടപ്പെടുന്നതായി കാണുന്നേ. ഹാലലുയ. ഹാലലുയ. താങ്ക് യു. അതിനായിട്ട് കർത്തൃദാസനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുക. ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. ഹാലലുയ. താങ്ക് യു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്ററെ എന്നും അനുഗ്രഹിച്ചും പാസ്റ്ററിന് വേണ്ടി സ്തോത്രം പറഞ്ഞും പ്രാർത്ഥിക്കണം. ഹാലലുയ. ഹാലലുയ. അതുപോലെ തന്നെ ഈ ഒരു റിവൈവൽ മീറ്റിംഗ് വൻ വിജയകരമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ശ്രമങ്ങളും ഹാലലുയ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാണ്. നിങ്ങൾ ഒരു സ്റ്റെപ്പ് വയ്ക്കും, ബാക്കി സ്റ്റെപ്പൊക്കെ കർത്താവ് വയ്ക്കുന്നത്. കാരണം എന്താണ്? മോശ വടി നീട്ടിയുള്ളൂ, ബാക്കി കാറ്റടിപ്പിച്ചതും വഴി ഉണ്ടാക്കിയതും കർത്താവാ. ഹാലലുയ. ഹാലലുയ. പുരോഹിതന്മാര് ജോർദാന്റെ കിടക്ക കാല് വെച്ചോളൂ, അവിടെ വെള്ളം നീക്കിയത് കർത്താവാ. ഹാലലുയ. ഹാലലുയ. എസെക്കിയേലിനോട് പറഞ്ഞ നീ ഇതിനെ നോക്കി ഒന്ന് പ്രവചിക്കാനേ പറഞ്ഞോളൂ, അതിനകത്ത് ആ അസ്ഥികളുടെ മേൽ ജീവൻ വ്യാപരിപ്പിച്ചത് കർത്താവ് കാറ്റടിപ്പിച്ചിട്ടാ. ഹാലലുയ. അതുകൊണ്ട് നിങ്ങളോട് ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കാനേ പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെയാന്ന് ഇവിടെ പറഞ്ഞു തന്നു. ഒന്ന് അനുസരണം, പിന്നെ കൂടിയിരിക്കണം. കൂടിയിരുന്ന് വർത്തമാനം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? എഫെസ്യർ ലേഖനം 5:19 എന്താണ്? ഹൃദയം നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതിഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും. ഹല്ലേലൂയ. നിങ്ങൾ തമ്മിൽ സംസാരിക്കണ എന്തായിരിക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുക. എന്താണ്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. അത് എങ്ങനെയാ? ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നതല്ലേ വായു പ്രസ്താവിക്കുന്നത്. അപ്പൊ എന്താ ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നേ. അല്ലെ, നമ്മുടെ ഹൃദയത്തിലേക്കാ കർത്താവ് നോക്കുന്നേ. നിങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. എന്താ എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നേ? ഹാലലൂയ. ഹാലലൂയ. എന്നോടും കൂടിയാണ് കേട്ടോ സംസാരിക്കുന്നത്, നിങ്ങളോട് മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. എന്നോടും കൂടെ നമ്മളോടൊപ്പം സംസാരിക്കുക. ഹാലലേ. കാരണം അവന് സംസാരിക്കാനുള്ളത് അവൻ സംസാരിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ നിർത്തിയിരിക്കുന്നു, നമ്മളെല്ലാവരും കേൾക്കുന്നു. ഹാലലൂയ. ഹാലലൂയ. താങ്ക് യു ലോർഡ്. അപ്പൊ എന്താണ് കർത്താവ് പറയാ നമ്മളോട്? നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ നിറഞ്ഞ് കവിയുന്നതെന്ന് നോക്ക്. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്ന എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ മനസ്സിലാക്കുക. എല്ലാവരും പറഞ്ഞു തരുമ്പോ അത് പിന്നെ നമുക്കൊരു പെയിനും കൂടിയാവും, ചിലപ്പോ മുറിവാവും. അത് വെച്ച് പിന്നെയും പിശാച് മുതലെടുക്കും. അതുകൊണ്ട് മുറിവിന് ഇടം ഒന്നും കൊടുക്കണ്ട. അല്ലല്ലേ, ബ്ലീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര ഇഷ്ടം, വന്നങ്ങ് കയറും. അതുകൊണ്ട് മുറിവുണ്ടാക്കാനൊന്നും ഇട വരുത്തണ്ട, തന്നെ അങ്ങ് ശോധന ചെയ്യും. അതുകൊണ്ടല്ലേ പറഞ്ഞ നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ വിധിയിൽ പെടുകയല്ല പറഞ്ഞിട്ടില്ലേ. ഹാലലുയ. അതുകൊണ്ടങ്ങ് ശോധന ചെയ്യാനുള്ള സമയമായത്. ഹാലലുയ. അതിനുള്ള ടൈമാ ഇതൊക്കെ ഈ തന്നിരിക്കുന്നത്. നിങ്ങൾ എത്ര ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, തന്നെത്താൻ ശോധന ചെയ്യാനുള്ള അവസരങ്ങൾ. ഹാലലുയ. ഇവിടെ ആരും പഴിക്കുന്നില്ലല്ലോ. ഹാലലുയ. ആരും ആരോടും പറയുന്നില്ലല്ലോ. നിങ്ങൾ സ്വയം പരിശോധന ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഇതല്ല, ശരിയല്ലേ? ഹാലലുയ. ആ അവസരങ്ങൾ അല്ലെ, അന്നേരം നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നാൽ ഈ ഒരു കൊടുങ്കാറ്റ് അടിക്കും. കോതമംഗലത്ത് ഇത് അടിക്കണം. ഹാലലുയ. കോതമംഗലത്ത് അടിക്കാനായിട്ട് ഈ പറയുന്ന റിവൈവൽ മിനിസ്ട്രിയെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. കാരണം സകല ശക്തരായിട്ടുള്ള ശുശ്രൂഷകരും കോതമംഗലത്ത് വന്ന് പല ശുശ്രൂഷകളും സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പലതും താഴത്തേക്ക് പോവാ. പക്ഷെ ഇത് അങ്ങനെയല്ല, അങ്ങ് കയറട്ടെ. ഹാലലുയ. ഇൻ ജീസസ് നെയിം. ആമേൻ. ഹാലലുയ. ഇതിലേക്ക് ഇങ്ങോട്ട് കയറി വരിക എന്ന് യോഹന്നാന്റെ ശബ്ദം കേട്ട് യോഹന്നാൻ കയറി വന്നതുപോലെ ഹാലലുയ ഈ റിവൈവലിന്റെ ദിവസങ്ങളിൽ കയറി വരട്ടെ ഓരോരുത്തരും ശബ്ദത്തിനായിട്ട്, ശബ്ദം കേൾക്കുന്നവരായിട്ട്. റിവൈവൽ മിനിസ്ട്രി, അത് ദൈവ ശബ്ദം കേൾക്കുന്ന മിനിസ്ട്രി. ഇതിനകത്തിരിക്കുന്ന സകല സഹോദരന്മാർ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ശബ്ദം കേൾക്കേണ്ടവരാ. ദൈവത്തിന്റെ കൂട്ടായ്മ ആചരിക്കേണ്ട, ദൈവത്തിന്റെ ഫെലോഷിപ്പ് കൂടെ ഉണ്ടായിരിക്കേണ്ട, ദൈവ സ്നേഹത്താൽ നിറയേണ്ടവരാ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ നിറയേണ്ടവരാ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നടക്കേണ്ടവരാ. ആമേൻ.
ഹാലലുയ. അങ്ങനെ തന്നെയായിട്ട് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹാലലുയ. അത്ഭുതകരമായിട്ട് അത് കർത്താവ് ചെയ്യട്ടെ. ഹാലലുയ. ഈ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അന്യഭാഷ എന്ന തീ അവരുടെ നാവിൽ കിട്ടിയപ്പോൾ മുതൽ ഈ ഭയപ്പെട്ടും നിരാശപ്പെട്ടും ജിജ്ഞാസയോടെ നോക്കി കർത്താവിനെ ക്രൂശിലേക്കുന്നതോ അവിടെ വിധിക്കുന്നതും നോക്കി ആ ആ കൂട്ടക്കാരുടെ വെയിൽ കായുന്നവരുടെ അടുത്തൊക്കെ ജിജ്ഞാസയോടെ നോക്കി വന്ന തോറ്റു തുന്നമ്പാടി ഞങ്ങളുടെ കർത്താവും പോയി ലീഡറും പോയി എന്ന് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കണ്ടിട്ട് നിരാശപ്പെട്ട് പഴയ പണിയിലേക്ക് പോയ പത്രോസിനെ പിന്നെ കാണുന്ന ഒരു കാഴ്ച എന്നാന്നിട്ടെ ധൈര്യം പൂണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 13-ാം വചനത്തിലേക്ക് കടന്നു വേണ്ട യോഹന്നാനും പത്രോസും ധൈര്യം പൂണ്ടു. 4:31 കടന്നു വേണ്ട പത്രോസിന്റെ ധൈര്യം കണ്ടിട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹാലലുയ. കണ്ട ഈ പേടിച്ച് വിറച്ച് കർത്താവിനെ പോലും തള്ളിപ്പറഞ്ഞ ദൈവ ഈ പത്രോസിന്റെ ഇതാ പറഞ്ഞത്. ഏതാണ്? നീയല്ലോ യേശുവേൻ ജീവന്റെ മൊഴികളെന്ന്. നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങ് പോകും കർത്താവേ? നിന്നെ വിട്ട് എങ്ങ് ഞങ്ങൾ പോകും? നീയല്ലോ ജീവന്റെ മൊഴി, നീയാണ് സത്യമായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു എന്ന് വിളിച്ചു പറഞ്ഞ പത്രോസാണ് ഈ പേടിച്ച് ഓടിയത്. ഹാലല്ലുയ. പക്ഷെ ആ പത്രോസിന്റെ ധൈര്യം കണ്ടിട്ട്, എങ്ങനെയാ ധൈര്യം കണ്ടതെന്നറിയാവോ? 3-ാം മണി നേരത്ത് വീണ്ടും പ്രാർത്ഥനയ്ക്ക് കൂടി ചെന്നപ്പോൾ, എവിടെ? പ്രാർത്ഥനാലയത്തിൽ കൂടി ചെന്നപ്പോൾ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് കൂടി ചെന്ന് കഴിഞ്ഞാൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കും. ഈ കൂടിയിരിക്കുന്നവരുടെ മേലും അത്ഭുതങ്ങളും അടയാളം നടക്കണം. ഒരു മനപ്പെട്ട് പ്രാർത്ഥനയെ കഴിച്ച് ദിനം പ്രതി പോയിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നടന്ന അത്ഭുതങ്ങൾ എന്നാ പറയട്ടെ? കൂട്ടം മാനസാന്തരം. 3000 എണ്ണ കൂടിയത്. ഹാലല്ലുയ. ഹാലലിയ. അന്ന് 3000 എണ്ണ കൂടി. അന്ന് ഒരേ ഒരു പത്രോസേ സംസാരിച്ചോളൂ. ഇന്ന് നിങ്ങൾക്കറിയാം, TV ഓൺ ചെയ്തു വെച്ചാൽ എത്ര പത്രോസുമാരാ സംസാരിക്കുന്നത്, എത്ര പൗലോസുമാരാ സംസാരിക്കുന്നത്, എത്ര പേരാ സംസാരിക്കുക, എത്ര തീമോത്തിമാരാ സംസാരിക്കുന്നത്, എത്ര എത്രയോ യൂതയാ സംസാരിക്കുന്നത്, യാക്കോബുമാരാ സംസാരിക്കുന്നത്. ഇത്രയും സംസാരങ്ങൾ കേട്ടാ ഇന്ന് 3000 കൂടിയാ മതിയോ? ഹാലലുയ. അപ്പോ ഒരു മനപ്പെട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഭയോട് 3000 കൂടി. ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു തെളിവ് അവിടെ എന്തുണ്ട്? സഭയിലെ ആള് കൂടും. ഹാലലുയ. മാനസാന്തരങ്ങളും സ്നാനങ്ങളും നടക്കും. നമ്പർ 1. നമ്പർ 2, അതിന്റെ അടുത്ത രണ്ടാമത് തന്നെ ഉണ്ടാകുന്നുണ്ടെ, അവിടെ നിന്ന് കിട്ടുന്ന മന്ന ഉണ്ടല്ലോ, ഇവരങ്ങ് കഴിച്ചു വെച്ചാൽ അതങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങും. ഹാലലിയ. സ്പ്രെഡിങ് നടക്കും. റിവൈവൽ. ഹാലലുയ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ? അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. കാരണം എന്താണ്? ഈ പത്രോസും പൗലോസും പത്രോസും യോഹന്നാനും 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുക, ദൈവദാസനെ 8:55 അപ്പോ എന്നാ ചെയ്യണ്ടേ? ഓക്കെ താങ്ക് യു. ഓക്കെ. ഈ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുക, സുന്ദരം എന്ന ഗോപുരവാതകങ്ങൾ ചെന്നപ്പോ ഏതാണ്ട് 40 വയസ്സിനേറെ ഉണ്ടായിരുന്ന പിന്നത്തെ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, 40 വയസ്സിനേറെ ഉണ്ടായിരുന്ന ആ മുടന്തനുണ്ടല്ലോ, ചോദിച്ചതിന് മറുപടിയായിട്ട് പറയാ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങ് എഴുന്നേക്കട്ടെ എന്ന്. ഹല്ലേലൂയ. അവൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് മാർക്കറ്റിലേക്ക് പോയി എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അവൻ സാക്ഷ്യം പറഞ്ഞിട്ട് സഭയെ കയറി എന്നാ പറഞ്ഞത്. ഹാലലുയ. അതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ് മാർക്കറ്റിലേക്ക് വിടുന്നവരല്ല, സഭയെ കയറ്റണം. ഹാലലുയ. സാക്ഷ്യം വന്നാ പിന്നെ അവർ ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് മാറണം. ചിലപ്പോ ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് മാറുമ്പോ ഒരു പത്രോസും യോഹന്നാനും കുറച്ചു നേരമൊക്കെ കാരാഗ്രഹത്തിൽ കിടന്നു വരും. ഒരു പ്രശ്നവും ഇല്ലെന്നേ. ധൈര്യം പൂണ്ട് നിന്നിട്ട് അന്നേരം സഭ ഒന്നായിട്ട് ഇരുന്ന് ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടല്ലോ, അവിടെ ഇവിടെ കുലുങ്ങിയ പോലെ ഒരു കുലുക്കം അവിടെ ഉണ്ടായിരുന്ന 4-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെ കുലുങ്ങി അവിടുന്ന് ദൂതനെ ഇറക്കിക്കൊണ്ട് വന്നപ്പോ ഒരെണ്ണത്തിനൊന്നും അല്ലാട്ടോ ഇറക്കിയത്. ഇറക്കിയപ്പോ മുഴുവൻ കാരാഗ്രഹത്തോടു കൂടിയാ പോന്നെ. ഹാലലുയ. അതുകൊണ്ട് ഒന്ന് കേറിയാലും ബാക്കി 10 കണ്ട് ഇറക്കുന്നതാണ്. ഹാലലുയ. ഒരു സാക്ഷ്യത്തിന്റെ പേരിൽ വന്നാലും ഹാലലുയ. പ്രതിസന്ധികളുടെ നേരെ കുലുങ്ങണ്ടെന്നുള്ളതിന് പത്രോസ് അല്ലേ, ഈ ഒരു അഭിഷേകം പ്രാപിച്ച പത്രോസ് അല്ലേ അതിന് ദൃഷ്ടാന്തം? ആ യോഹന്നാൻ അല്ലേ ദൃഷ്ടാന്തം? ആ പൗലോസ് അല്ലേ ദൃഷ്ടാന്തം? ആ സ്തേഫാനോസ് അല്ലേ ദൃഷ്ടാന്തം? ഈ പവർ ഇങ്ങ് കേറിയപ്പോൾ സ്തേഫാനോസ് പറയാ, കർത്താവേ നീ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. എന്നിട്ട് സ്വർഗം തുറന്നിരിക്കുന്ന കണ്ട്. ജ്ഞാനമുള്ള പുരുഷനായിരുന്നു പറഞ്ഞേക്കണം സ്തേഫാനോസിനെ കുറിച്ച്. ഹാലലുയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹാലലുയ. പക്ഷെ അതോടുകൂടി എല്ലാവരും വിചാരിച്ച അങ്ങ് അവസാനിച്ചെന്ന്. എവിടെ? പിന്നെയാണ് അതങ്ങോട്ട്
പരന്നത്. ഹല്ലേലൂയ. ഒരു സ്തേഫാനോസ് പോയപ്പോ സ്തേഫാനോസുമാരൻ എഴുന്നേക്ക്. പിന്നെ ഒരാളെ കണ്ട ഒരു രാജ്യം വിടിവിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെയാ? ഒരു ലുദിയ ചെന്ന് യൂറോപ്പ് അങ്ങോട്ട് കലക്കി. ഹല്ലേലൂയ. ഒരു എത്യോപ്യ ചെന്ന് നടക്കാനുണ്ടോ? ഹാലെലുയ. അങ്ങനെ ഒരു ചലനം. ഹാലെലുയ. അപ്പോ അതിന്റെ പ്രത്യേകത എന്താണ്? മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? അത്ഭുതങ്ങളും അടയാളങ്ങളും. മാനസാന്തരം നടക്കുന്നതിന്റെ കൂടെ ഈ ലഭിച്ച മന്ന കൊടുക്കുന്നത് വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നവരെ അതിന്റെ കൂടെ തന്നെ പ്രാപിക്കുന്ന എന്താ? ധൈര്യം എന്ന് പറയണത്. ആ ധൈര്യം എങ്ങനെയാ വന്നേന്നറിയാവോ? അതിനു മുമ്പുണ്ടായിരുന്ന വൈകാരികമായിട്ടുള്ള മേഖലയിലൊക്കെ വിടുതൽ പ്രാപിച്ചെന്ന് അല്ലെ? പത്രോസിന്റെ വൈകാരിക മേഖലയിൽ ഇമോഷണൽ ബ്രേക്ക് ത്രൂ ഉണ്ടായി. ഹല്ലേലൂയ. അന്നേരം ആള് മാറിയവരായിട്ട് മാറണം. സഭയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആളല്ല 30 വയസ്സിന് മുമ്പുള്ള കേക്കാമോ? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ 10:38 പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? യേശു താനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ശക്തി കൊണ്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ 30 വയസ്സിന് മുമ്പുള്ള യേശു 30 വയസ്സിന് ശേഷമുള്ള യേശു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ ഒരു ഷിഫ്റ്റ് പത്രോസിന്, ഹല്ലേലൂയ, പൗലോസിന്, യോഹന്നാന്, ഹല്ലേലൂയ. ആ ഷിഫ്റ്റിൽ ഒരു ഇമോഷണൽ ബ്രേക്ക് ത്രൂ വന്നു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കണമെന്നറിയാവോ? ഏതാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 4:14 പറഞ്ഞിരിക്കുന്ന പോലെ പിന്നെ എതിര് പറയാൻ ഒരു വകയില്ലായിരുന്നെന്ന്. ഹല്ലേലൂയ. എന്ത് കാണിച്ചിട്ട് ഇവര് എതിര് പറയും? ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ദൃഷ്ടാന്തമായിട്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ തന്നെ അങ്ങനെ തന്നെ നിന്ന് കാണിക്കുമ്പോൾ പിന്നെ ആരെ എതിർക്കും? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആറ്. ഹാലെലുയ. ആർക്കും എതിര് വാക്കുപോലും പറയാനില്ല. നേരെ നോക്കി. ഹാലെലുയ. അങ്ങനെയുള്ള വൈൻ ആ കർത്താവ് വിളമ്പോളും. അങ്ങനെയുള്ള കൽപാത്രങ്ങളെ ഇത് കർത്താവ് നിറയ്ക്കുകയും ചെയ്യുന്നത്. അത് വക്കോളം നിറയ്ക്കാനുള്ള സമയമാണ് ഈ കാത്തിരിപ്പ് എന്ന് പറയണത്. അത് വക്കോളം നിറച്ചു കഴിഞ്ഞിട്ട് ഒരു ഇറക്കലുണ്ട്. ആ ഇറക്കലിലുണ്ടോ? ഹാലെലുയ. ആ ഇറക്കലിലുണ്ടോ? നാടുവാഴി ചോദിക്കും. ഹാലെലുയ. ഇത്രയും ഗുണവും മണവും രുചി നിറവുള്ള സാധനം നിങ്ങൾ എന്തിയാ നേരത്തെ ഒളിപ്പിച്ചു വെച്ചേന്ന്? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ റീമ റിവൈവൽ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രി ഞങ്ങൾ കോതമംഗലത്ത് കണ്ടിട്ടില്ലല്ലോ എന്ന് ഇതിനു മുമ്പ്. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയായിരുന്നെന്ന്? ഹല്ലേലൂയ. ആ ഒരു ഉണർവിന്റെ ദിവസങ്ങളായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ ദൈവദാസന്റെ മേൽ അങ്ങ് കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ ആ ബേർഡൻ അനുസരണം എന്റെ അപ്പ പരിശുദ്ധാത്മാവിൽ അല്ലാതെ കർത്താവെ ആ ഭാരം കർത്താവെ മത്തായിയുടെ സുവിശേഷം 11:30 പറഞ്ഞിരിക്കുന്നു. ഈ നിങ്ങളുടെ ഭാരം എന്റെ മേൽ, അധ്വാനിക്കുന്നവര് ഭാരം ചുമക്കുന്നവര് എന്റെ അടുക്കൽ വരിക. ഹല്ലേലൂയ. പക്ഷെ അത് ഞാൻ ചുമന്നോളാന്ന്. ഞാൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താവുകളും എന്റെ മേലിട്ടോളുന്നു. പക്ഷെ നിങ്ങൾ എന്റെ ഭാരം വഹിക്കണമെന്ന്. ഹല്ലേലൂയ. എന്റെ ഭാരം നിങ്ങൾക്ക് ലഘുവും, എന്റെ ഭാരം നിങ്ങൾക്ക് മൃദുവും, എന്റെ ഭാരം നിങ്ങൾക്ക് ലഘുവുമാണ്. ഹല്ലേലൂയ. എന്റെ യോക്ക് എന്റെ നുകം നിങ്ങൾക്ക് ലഘുവുമാണെന്ന്. ആ ലഘുവായ ആ മൃദുവായ ഭാരം നിങ്ങളുടെ ദൈവദാസൻ വഹിച്ചിരിക്കുന്നു. അതിന്റെ ഒരു ചലനമാണ് ഈ കാണുന്നത്. ഹല്ലേലൂയ. ആ ഭാരം വഹിക്കുന്ന ദൈവദാസന്മാരുടെ സഭകളിൽ അല്ലാതെ പിന്നെ എവിടെയാ ഉണർവ് നടക്കുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഉണർവിന്റെ മീറ്റിംഗ്, ഒരു റിവൈവൽ മീറ്റിംഗ് ഇവിടെ കോതമംഗലത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കൂട്ട മനസാന്തരങ്ങളിലൂടെയും ആർക്കും എതിര് പറയാൻ സാധിക്കാത്ത ലെവലിലുള്ള അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഈ സഭ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. അന്ന് പെന്തക്കോസ്ത നാളിൽ കണ്ട അതേ എക്സ്പീരിയൻസിൽ തന്നെ ഹല്ലേലൂയ റോമർ
എഴുതിയ ലേഖനം 8-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്റെ ആദ്യജാതനായ പുത്രന്റെ അതേ സ്വരൂപത്തോട് തന്നെ കർത്താവെ തന്നെ ആ സ്വരൂപത്തിൽ ഇവരെ കാണുന്നവർ യേശുവിനെ കാണുന്നവരായിട്ട് കർത്താവെ, ഇവരെ കേൾക്കുന്നവർ യേശുവിന്റെ ശബ്ദം കേൾക്കുന്നവരായിട്ട് കർത്താവെ, ഇവരടുത്ത് ചെല്ലുമ്പോൾ യേശുവിനെ സെൻസ് ചെയ്യുന്നവരായിട്ട് ഹല്ലേലൂയ കർത്താവെ, ഇവരെ മാറ്റുന്നവൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. അതിനായിട്ട് അഭിഷിക്ത ദാസനെയും കുടുംബത്തെയും കർത്താവെ ദാനമായിട്ട് കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് അറ്റൻഡ് ചെയ്ത സകലരുടെ മേലും കർത്താവിന്റെ ശക്തമായിട്ടുള്ള കർത്താവെ ദൂതന്റെ ഹല്ലേലൂയ എങ്ങനെ ചലിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കർത്താവെ നിന്റെ വചനം പറഞ്ഞിരിക്കുന്നു. എന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുന്നുവെങ്കിൽ കർത്താവെ, ഇവിടെ അങ്ങ് കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങൾക്കായിട്ടും ഇവിടെ അങ്ങ് കൊടുത്തിരിക്കുന്ന ചട്ടങ്ങൾക്കായിട്ടും ഇൻസ്ട്രക്ഷനായിട്ട് സ്തോത്രം കർത്താവെ. അതനുസരിച്ച് കർത്താവെ, അതിനോട് കേട്ടതനുസരിച്ച് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ, ഇന്ന് കേട്ട വചനങ്ങൾ ഇവരുടെ ഹൃദയങ്ങളിൽ ഒരു എക്കോ പോലെ മുഴങ്ങി എല്ലാ ദിവസവും അത് ചെവിയിൽ കേൾക്കട്ടെ കർത്താവെ. അത് കേൾക്കുമ്പോൾ തന്നെ കർത്താവെ, ഓരോ ദിവസവും ദൈവ ശബ്ദം കേൾക്കുന്ന മാറുന്നവരായിട്ട് മാറട്ടെ കർത്താവെ. കർത്താവെ, ഈ സഭയുടെ അതിർത്തിയെ നീ വിസ്താരമാക്കി എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഹല്ലേലൂയ കർത്താവെ. അത് തെക്കോട്ട്, വടക്കോട്ട്, കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട് വർദ്ധിക്കട്ടെ. അതിന്റെ കുറ്റിയെ ഞങ്ങൾ മാറ്റിയടിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഇത് വിസ്താരമാകട്ടെ കർത്താവെ. എല്ലാ ലെവലിലും, സ്പിരിച്വൽ ആയിട്ടുള്ള ലെവലില്, മെറ്റീരിയൽ ആയിട്ടുള്ള ലെവലില്, ഫിസിക്കൽ ആയിട്ടുള്ള ലെവലില്, ഇമോഷൻ വൈസ്, മെന്റൽ വൈസ്, റിലേഷൻഷിപ്പ് വൈസ് ആൻഡ് ഫിനാൻഷ്യൽ വൈസ് ലോർഡ്. ഹല്ലേലൂയ കർത്താവെ. അതിനകത്തെ പോപ്പുലേഷൻ കർത്താവെ കൂടട്ടെ എൻ്റെ അപ്പ. ഹല്ലേലൂയ. ഇൻ ജീസസ് നെയിം. ആമേൻ. ഹല്ലേലൂയ. അത്ഭുതകരമായിട്ട് വഴി നടത്തട്ടെ കർത്താവെ. അതിനുള്ള സകല ഇമോഷണൽ ബ്രേക്ക് ത്രൂസ് എൻ്റെ അപ്പ അങ്ങ് കൊടുക്കുന്നവൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അത്ഭുതകരമായിട്ട് ചെയ്യുന്നവൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ഈ ഇതിനകത്തിരിക്കുന്ന കൂട്ടത്തിലാണോ ഉള്ളോ എന്ന് എനിക്ക് അറിയേല. ഇവിടെ ഒരു ജേക്കബ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ ഒരു ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഈ സഭയിൽ കയറുന്നതിന് മുമ്പേ ഞാൻ പേര് എഴുതി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ജേക്കബ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് അദ്ദേഹത്തിന്റെ ജീവിതത്തില് എന്തൊക്കെയോ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. ഒരു 3 പേരുടെ പേരാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ലിസി ഉണ്ട്, ഒരു ആനി ഉണ്ട്, ജേക്കബ് ഉണ്ട്. ഈ 3 പേരിനകത്ത് ഇപ്പൊ ജേക്കബ് എന്നുള്ള പേരാണ് എനിക്ക് മുന്നേ കയറി വന്നത്. ഈ ജേക്കബിന്റെ ജീവിതത്തിൽ കർത്താവ് എന്തോ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നു. അത് ഹല്ലേലൂയ അതൊരു വലിയ സാക്ഷ്യമായിട്ട് മാറ്റും കർത്താവ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇൻ ജീസസ് നെയിം. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അങ്ങ് ചെയ്തിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. കോതമംഗലത്തെ കർത്താവെ, ആ പ്രകാശത്തിന് കർത്താവെ, ആ പ്രദേശത്തിന് മുകളിൽ കർത്താവെ, ഈ സഭയുടെ മേൽ അങ്ങ് ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. ഏഞ്ചൽസ് കർത്താവെ, അത് കർത്താവെ താഴോട്ട് മേളിലേക്കും കയറുന്ന ദിവസങ്ങളായിട്ട് മാറട്ടെ. ഇൻ ജീസസ് നെയിം. കർത്താവെ, കർത്താവെ, ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കർത്താവെ, ഈ മിനിസ്ട്രീനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സകല ലെവലിന്മേലും കർത്താവെ അത്ഭുതകരമായിട്ട് നടത്തുന്ന പറ്റിയായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. സകലത്തിന്മേലും അനുഗ്രഹം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അബ്രാഹ്യമ്മ അനുഗ്രഹത്തെ ഞങ്ങൾ ക്രിസ്തുയേശുവിൽ കൂടെ കർത്താവെ ഞങ്ങൾ കർത്താവെ അത് പ്രൊക്ലെയിം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. വാലല്ല തലയായിട്ട് മാറട്ടെ കർത്താവെ. ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ. ഇതിനകത്തുള്ള സകല സാമ്പത്തിക ഞെരുക്കങ്ങളുടെ മേലും 2 കൊരിന്ത്യർ 8:9 അയച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു കർത്താവെ, ദരിദ്രനായി തീർന്ന അതേ കൃപ മൂലം കർത്താവെ ഇവിടെ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാവട്ടെ കർത്താവെ. ഇവിടുത്തെ സകല ബുദ്ധിമുട്ടുകളും അവന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം കർത്താവെ എല്ലാ ലെവലിലും തീർത്തു കൊടുക്കട്ടെ. ഇൻ ജീസസ് നെയിം. ആമേൻ. താങ്ക് യു ഹെവൻലി ഫാദർ ഫോർ ഹിയറിംഗ് അവർ പ്രയർ ലോർഡ്. യു ഓൾവേസ് ഹിയർസ് അവർ പ്രയർ ലോർഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഫോർ ഹെൽപ്പിംഗ് us to pray. In Jesus name we pray. Amen, amen, amen. പ്രത്യേകം ഞാൻ ദേവദാസനും പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ബി ആന്റിക്കും പിന്നെ അജി ആന്റിക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പിന്നെ എല്ലാവരെയും നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഹിമാചൽ പ്രദേശിലാണ്, ഇവിടെ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. വിളിക്കുന്ന അനുസരിച്ച് പല സ്റ്റേറ്റുകളിൽ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അറിയാലോ നോർത്ത് ഇന്ത്യയിലെ ശുശ്രൂഷകളെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ കണ്ണുകളും അടച്ച്
ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. ഓർത്തിടുമ്പോ അത്ഭുതമേ, സ്തോത്രമല്ല ഇതൊന്നുമില്ല. ഓർത്തിടുമ്പോ അത്ഭുതമേ, സ്തോത്രമല്ല ഇതൊന്നുമില്ലേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിച്ചോട്ടെ. കേൾപ്പിക്കപ്പെട്ട ദൈവിക ആലോചനകൾ നമ്മുടെ അകത്ത് ഒരു തീയായി ഇന്ന് രാത്രി വീണ്ടും വീണ്ടും കത്തട്ടെ, കത്തി ജ്വലിക്കട്ടെ. ഒരിക്കലും അണയാത്ത ഒരു അഗ്നിയായി കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കുവാൻ ഇന്ന് രാത്രിയിൽ കേട്ട ദൈവവചന സന്ദേശം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി കേട്ട ഓരോ വചനങ്ങളും നമ്മളോട് വ്യക്തിപരമായി സംസാരിച്ച ദൈവവചനമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഐശ്വര്യമായി ദൈവവചനം സംസാരിച്ച കർത്താവിന്റെ അഭിഷിക്ത പ്രിയ റെനി ആന്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഈ ആന്റിയെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് പരിചയപ്പെടുത്തിയ അബി ആന്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങളുടെ കരങ്ങളൊന്ന് ഈ വിവേശിലിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് നേരെ ഒന്ന് നീട്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആന്റി ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹിമാചലിൽ കർത്താവിന്റെ വേലയുടെ ബന്ധത്തിലായിരിക്കുന്നു. ശക്തമേറിയ നിലകളിൽ കർത്താവ് ഉപയോഗിക്കുന്നല്ലോ. കുടുംബമായി കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് പ്രചോദനമായി, അനേകർക്കൊരു ഈ കാലഘട്ടത്തിൽ ആത്മാവിൽ ഒരു കൂട്ടം സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. റേഖേനിയാം ധരബദല. ഞങ്ങൾ കേട്ടതുപോലെ തന്നെ ഒരുമിച്ച് കൂടിയിരുന്നവരുടെ മേലേക്ക് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിന് മുഴക്കുണ്ടായി ഇരുന്ന വീട് മുഴുവനും നിറച്ച് അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾക്ക് അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞ് അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില തുടക്കങ്ങൾ ദൈവം നമ്മുടെ മേലിടുകയാണ്. ആത്മാവിൽ പുതിയ തുടക്കങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ മേൽ കർത്താവ് ഇടുകയാണ്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 12ാമത്തെ രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഞങ്ങൾക്ക് കർത്താവെ ആമേൻ നൽകിയല്ലോ. അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. അനന്തരം കർത്താവിന്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി തീർന്നല്ലോ. ഞങ്ങൾ ശക്തിയുള്ളവരായി കർത്താവ് അനേക ആത്മാക്കളെ നേടുവാൻ ആത്മാവിന്റെ ശക്തിയോടെ ഞങ്ങൾ ആയിരിക്കുന്ന ദേശത്തിന് ഉണർവായി മാറാൻ കർത്താവ് അവിടുന്ന് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണം, കർത്താവിന്റെ സഹായം ഞങ്ങൾക്ക് അതിനു വേണ്ടി ആവശ്യമാണ്. ഞങ്ങൾ അങ്ങിൽ തന്നെ ആശ്രയിച്ചു മുന്നേറുകയാണ്. ആ നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രിയിൽ മഹത്വമുള്ള വചനത്തെ ഞങ്ങളിലേക്ക് കൈമാറിയ പ്രിയപ്പെട്ട റിനി ആന്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, ശക്തിയോടെ ഉപയോഗിക്കണമേ. കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ ഹിമാചലിലായിരിക്കുന്നുവല്ലോ, കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുവാനിടയാക്കണമേ. അതിശക്തിയോടെ അങ്ങടെ അഭിഷക്തിയെ ഉപയോഗിക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ. ദൈവം അയക്കുന്നിടത്തെല്ലാം അനേക സൈന്യങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് പിന്നെ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ. ദൈവമഹത്വം ആ കുടുംബത്തിന്മേൽ വെളിപ്പെടണമേ.
അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞാട്ട്. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക അഭിയാന്റിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവെ ശക്തിയോടെ ഉപയോഗിക്കണമേ. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. എല്ലാ നന്മകളാൽ നിറച്ചാട്ടെ. സ്വർഗീയ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. ശക്തിയോടെ ഉപയോഗിക്കണമേ. ഞങ്ങൾ ഡിവൈസിൽ ജോയിൻ ചെയ്ത എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ കർത്താവ് എല്ലാവരുടെ മേലും ഒരു വലിയ ആത്മപകർച്ചകൾ കർത്താവ് കൈമാറിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒരു തീ പോലെ കത്തി ജ്വലിക്കട്ടെ. എമ്മബസിലേക്ക് പോയ ആ ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന യേശു തിരുവെഴുത്തുകളെ തെളിയിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ അകത്ത് തീ പിടിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു. ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. അവർ തിരികെ യെരൂശലേമിലേക്ക് പോയി. ആ ഉണർവിന്റെ ഭാഗമായി മാറി. ഇന്ന് രാത്രിയിൽ കേട്ട വചനം നിമിത്തമായി ഞങ്ങൾ ആ ഉണർവിലേക്ക് തിരിച്ചു നടക്കുകയാ. ഞങ്ങളായിരിക്കുന്ന ദേശത്ത്, ഞങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ ഒരു ഉണർവായി ദൈവം ഞങ്ങളെ ഉപയോഗിക്കണമേ. ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന നിലയിൽ അനേകർക്കൊരു വിടുതലായി, അനേകരെ കർത്താവിലേക്ക് നേടുവാൻ കർത്താവ് ഞങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നൽകിയ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി മാറട്ടെ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മേനിയായി അത് ഫലം കായ്ക്കട്ടെ. കർത്താവ് അത് അനേകർക്ക് പ്രചോദനമായി മാറേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഈ ഡിവൈസിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ രോഗികളായി കഴിയുന്നവരെ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ അടിപ്പിടരാനുള്ള സൗഖ്യത്തിന്റെ കരം തൊട്ട് സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിടുതലയക്കണമേ. കുഞ്ഞുങ്ങളെ കുറിച്ചോർത്ത് ഭാരപ്പെടുന്നവർ, കർത്താവെ തലമുറകളെ കുറിച്ച് വിഷമതകൾ അനുഭവിക്കുന്നവർ, ജോലി സംബന്ധമായി, ശുശ്രൂഷ സംബന്ധമായി, ഭാവി സംബന്ധമായി, യാത്രകൾ സംബന്ധമായി, മറ്റ് പലവിധമാകുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് പകൽ യേശു ക്രിസ്തുവിലൂടെയുള്ള പരിഹാരം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് കൈമാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ശക്തിയോടെ ഉപയോഗിക്കണമേ. ആത്മാവിൽ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഒരുമിച്ച് അവിടുന്ന് സഹായിക്കണം. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. സകല യാചനകളും പ്രാർത്ഥനകളും കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ആശീർവാദത്തോടെ നമുക്ക് മടങ്ങാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മെ ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസ സമ്മതം ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഇന്ന് രാത്രി വചനം സംസാരിച്ച കർത്താവിന്റെ അഭിഷേകത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവായി വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഐശ്വര്യമായി ദൈവവചനങ്ങളെ സംസാരിച്ച പ്രിയാന്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ ഇനിയും ഞങ്ങള് ഈ ഡിവൈസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ദൈവം അയച്ചാൽ വീണ്ടും വരുന്ന വിശ്വസിക്കുകയാണ്. അഭിയാന്റിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഡിവൈസിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ആമേൻ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് ലെഫ്റ്റ് ആകാം. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ രാത്രിയിൽ, ഈ 12ാമത്തെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവർക്കായി സ്തോത്രം. അങ്ങയുടെ മഹത്വത്താൽ നിറയ്ക്കണം. ഒരു പുതിയ ബലം ഇവരുടെ മേൽ പകർന്നാട്ടെ. പുതിയ ശക്തി ഇവരുടെ മേൽ പകർന്നാട്ടെ. ഓരോ ദിവസവും ഈ പ്രിയപ്പെട്ടവർ ആത്മാവിൽ ബലപ്പെടട്ടെ. റകന ഹതന ഘടക രകശിക്കലഗതര ഘടക ഭയം മാറിയവരായി ആമേൻ ആത്മാവിൽ ശക്തിയോടെ എഴുന്നേൽക്കാൻ
കർത്താവ് ഇവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആത്മധൈര്യം കൈമാറട്ടെ. ജുഡാൽഹന്തന ഘടകശ്യാധര ഘടകസ്യ. ഈ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു വലിയ മഹത്വം വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇടിവേശിനകത്തായിരിക്കുന്ന എല്ലാവരുടെ മേലും ഒരു വലിയ മഹത്വം കൈമാറുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശതാധിപൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആമേൻ, സ്തോത്രം. ഒരു വാക്ക് മതി കർത്താവേ എന്റെ പുരയ്ക്കകത്ത് വരാൻ. ആമേൻ, സ്തോത്രം. നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേങ്കിൽ ആമേൻ നിന്റെ ഒരു വാക്ക് മതി എന്റെ ജീവിതത്തെ മുഴുവനുമായി തിരിക്കാൻ. ഇന്ന് രാത്രി ഞാൻ കടന്നു പോകുന്ന വിഷയത്തെ മാറ്റാൻ ഒരു വാക്ക് മതി കർത്താവേ. അങ്ങയുടെ ഒരു ശബ്ദം, ഒരു വാക്ക് ഇന്ന് രാത്രിയിൽ ഈ പ്രയറിനകത്ത് നിൽക്കുന്നവരുടെ മേൽ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. രാമേന വിശ്വാസം വലുതെന്ന് കണ്ട് ആ നാഴിക മുതൽ ആവേശത്തോത്ര ബാല്യക്കാരന് സൗഖ്യം വരുവാനിടയായിരുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ഒരു ശബ്ദം നിമിത്തമായിട്ട് കർത്താവെ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഒരു വലിയ ദൈവ മഹത്വം ചലിക്കട്ടെ, ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി വരുടെ മേൽ വ്യാപരിപ്പാനിടയാക്കണം. സുസമാന്റിക്കായി പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ അങ്ങയുടെ മഹത്വം ചലിക്കട്ടെ, വലിയ ദൈവപ്രവർത്തി ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സാഹചര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ, ഒരു വലിയ ദൈവപ്രവർത്തി വെളിപ്പെടുവാനിടയാകട്ടെ. ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിപ്പാനിടയാക്കണം. വഴികൾ തുറക്കട്ടെ, അത്ഭുതങ്ങൾ ചെയ്യണമേ. കുടുംബമായി തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവപ്രവർത്തി വെളിപ്പെടുത്തണമേ. മഞ്ജു എന്ന ഡിവേഷനകത്തിരിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരു വലിയ ദൈവമഹത്വം, ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ആ കുടുംബത്തിനകത്തോട്ട് ഇറങ്ങിച്ചെല്ലട്ടെ. തകർന്നു കിടക്കുന്ന, ചിതറിക്കിടക്കുന്ന അസ്ഥി സൈന്യമായി മാറിയതുപോലെ രാത്രിയിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ വീടിനകത്തൊരു ഭയങ്കരമാകുന്ന ഒരു ദൈവ പ്രവർത്തി ചലിപ്പാനിടയാകട്ടെ. അത്ഭുത കരം നീട്ടണമേ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരം വെളിപ്പെടുത്തിയാട്ടെ. അസാധ്യങ്ങൾ സാധ്യമാക്കണമേ. ദൈവ പ്രവർത്തി വെളിപ്പെടുവാനിടയാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ആ വീടിനകത്ത് സംഭവിക്കട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. റീനാൻഡിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് രാത്രികാലം സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ മഹത്വം ചലിക്കട്ടെ. ആ വീടിനകത്തൊരു ദൈവപ്രവർത്തി കാണുവാനിടയാക്കണമേ. അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ, അതിശയങ്ങൾ പ്രവർത്തിക്കണമേ. അർത്ഥന ജഗൽക്കരാതഘടക ജഗസി ഖർമാരികസിയാതരഘടക ജല. ആമേൻ. ബർബറന്മാർ പൗലോസിനെ നോക്കി നിന്നതുപോലെ പെട്ടെന്ന് മരിച്ചു വീഴുമെന്നും പെട്ടെന്ന് ഉയർത്തു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അവനൊന്നും ഭവിക്കുന്നില്ലെന്ന് കണ്ട് മനസ്സു മാറിയതുപോലെ ഈ ദിവസങ്ങളിൽ നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം നിർത്തുന്നതിനായി സ്തോത്രം. ദൈവമഹത്വം ചലിക്കണമേ. അത്ഭുതമായി മാറട്ടെ. ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സുനിൽ എന്ന ഡിവേസിലുള്ള പ്രിയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ വീടിനകത്ത് ഭയങ്കരമായ അത്ഭുതം ചലിക്കട്ടെ. ആ പടകിനകത്ത് നിറവ് വെളിപ്പെട്ടതുപോലെ ഒരു നിറഞ്ഞു കവിയുന്ന അനുഭവം, നിറഞ്ഞു ഓവർഫ്ലോ ആകുന്ന ഒരു ദൈവപ്രവർത്തി അസാധാരണമായി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ തലങ്ങൾ വെളിപ്പെടുത്തി കർത്താവ് ശക്തിയോടെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കണമേ. ആത്മാവിൽ ശക്തിയോടെ അവർ ഉപയോഗിക്കണമേ. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമേ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. അടജാരഘടക ശബ്ദൽ പ്രവചന ഘടക റകറ്റൽ ബർഹാദിജസ്യാതരഘടക. ഒരു ഉയർപ്പിന്റെ കരം ചലിക്കണമേ. ഓരോ മരണഭാഷങ്ങൾ അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവമോ അവരെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന വചനം പോലെ കർത്താവെ ഉയർപ്പിന്റെ ശക്തിയാൽ പറന്നുയരുവാനിടയാക്കണം. അത്ഭുതങ്ങൾ നടക്കട്ടെ. ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രിൻസിക്കായി സ്തോത്രം. നടദാസിയെ ബലപ്പെടുത്തണം. ഇന്ന് രാത്രിയിൽ കർത്താവ് ശക്തീകരിക്കട്ടെ. ആത്മാവിന്റെ ബലം കൈമാറണമേ. ഞങ്ങൾ ഡിബേസിനകത്ത് ജോയിൻ ചെയ്ത് ലെഫ്റ്റായ എല്ലാവരെയും ഒരിക്കൽ കൊടയേൽപ്പിക്കുന്നു. എല്ലാവരുടെ മേലും മഹത്വം ചലിക്കണം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. സകല മഹത്വം അങ്ങേക്കും യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ.
ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നാളെ രാത്രിയിൽ നമ്മൾ ജോയിൻ ചെയ്യുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദാസി നമ്മുടെ നാട് വിശ്വസിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്യുക. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.